സർവതോമുഖം നരസിംഹം ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ പത്മവൃംഗ ഭക്തി വിഘ്നവിനാശ നരസിംഹ ഭഗവാൻ की जय ഭക്ത പ്രഹ്ലാദ് മഹാരാജ് की जय ഗുരുദേവ് മഹാരാജ് की जय ശ്രീല പ്രഭുപാദ് की जय ഗർഭമാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ വന്ദമ്മ മാതാജി, ഹരേ കൃഷ്ണ ഗീതാ മാതാജി, ഹരേ കൃഷ്ണ സതി മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധാ മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഒരുപാടായല്ലോ മാതാജിയെ കണ്ടിട്ട്. കണ്ട് മ്യൂട്ടാണ്. ശബരിമലക്കൊക്കെ പോയിട്ട് വന്ന് കുറെ അങ്ങനെ പിന്നെ ഓരോ യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. മാതാജി എന്താ പറയാ, കാനഡയിലായിരുന്നപ്പോ ഇതിലും കൂടുതലായിട്ട് മാതാജിയെ കാണാൻ കാണാൻ കിട്ടുമായിരുന്നു. പറ്റുന്നത്. നാട്ടിൽ വന്ന പിന്നെ അത്രയും കൂടെ കൂടിയില്ല. ആരോ എന്നോട് പറഞ്ഞായിരുന്നു ശബരിമലയ്ക്ക് പോയിരിക്കുകയാണെന്ന്. രാധിക പറഞ്ഞു പറഞ്ഞു. ആ ആ അപ്പൊ എന്തായാലും നല്ല കാര്യം. എല്ലാം പ്രഭു പോയിട്ട് വന്നോ? എന്തോ പ്രഭു പോണോന്ന് പറഞ്ഞു. ഞാനത് വിചാരിക്കുന്നു. അറിയത്തില്ല, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഞാൻ ലീവിന് അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ചെയ്ത പാസ്സായി. ടിക്കറ്റ് ഭയങ്കര പ്രൈസായിരുന്നു. അങ്ങനെ ടിക്കറ്റ് അവസാനം ബുക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപേ ബുക്ക് ചെയ്തു. അങ്ങനെ 19-ാം തീയതി ഇവിടുന്ന് പുറപ്പെടുന്നു. 20-ാം തീയതി നാട്ടിൽ വരുന്നു. പിന്നെ 10-ാം തീയതി തിരിച്ചു പോരുകയും വേണം. 11-ാം തീയതി ജോലി ജാനുവരി. എന്നപ്പോ പോകുന്ന ശബരിമലയ്ക്ക് എപ്പോഴാ പോവാ? ശബരിമലയ്ക്ക് നടന്നു പോകാനായിട്ട് എരുമേലിയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കിട്ടുവാണെന്നുണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അതൊരു 29-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും. 29, 1, 2 അങ്ങനെയുള്ള തീയതികളിലായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇങ്ങനെ വൃന്ദാവനത്തിലൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. നടക്കുമെന്ന് തോന്നുന്നില്ല. ആകെപ്പാട് ടൈറ്റാണ്. ഭയങ്കര പ്രതിസന്ധികളിലാണ് ഇപ്പൊ നടക്കുന്നത്. അത് കാരണം അറിയില്ല എങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും. ചില ആൾക്കാർ ഡിവോട്ടീസ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രഭു വരുമ്പോൾ വൃന്ദാവനം പണ്ടാർപൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ല, പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രം, പിന്നെ കോലാപൂർ മഹാലക്ഷ്മി ക്ഷേത്രം, ഇവിടെ 3 സ്ഥലത്തും പോകണം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളൊക്കെ നടന്നു. അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ പ്രതിസന്ധികളാണ്. ലക്ഷ്മി ലക്ഷ്മി കുറച്ച് കുറവായത് കാരണം അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. അത് കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വീട്ടിന്റെ ലോൺ പിടിക്കുന്നതായിരിക്കും അല്ലേ ശമ്പളത്തിൽ നിന്ന്? അതെ മാതാജി, അതാണോ? അതെ മാതാജി. അത് തന്നെ അല്ലേ? അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. പണ്ടാർപൂർ പോകണമെന്ന് കുറെ പേര് ആഗ്രഹം പറഞ്ഞിരുന്നു. കാര്യം ഭഗവാൻ അവിടെ ഡയറ്റ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ വരുന്ന നോക്കി. പിന്നെ ജാനുവരിയിൽ വൃന്ദാവനത്തിൽ ഭയങ്കര തണുപ്പാണ്. വൃന്ദാവനത്തില് ഏകദേശം ഒരു 3-4 ഡിഗ്രി വരെ മഞ്ഞിങ്ങനെ കൊഴിയും, മഞ്ഞ് പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ചിലർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ, അത് അവിടെയുള്ള കുരങ്ങന്മാരും പശുക്കളും എല്ലാം ജീവിക്കുന്നുണ്ടല്ലോ. അവിടെയുള്ള ഡിവോട്ടീസും വൃന്ദാവനത്തിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു മനസ്സ്, ഭാവം, ഹൃദയം ഇതിനെ ആസ്പദമാക്കിയിരിക്കും നമുക്ക് തണുപ്പ് തോന്നുന്നു അല്ലാത്തതും. അന്ന് വെച്ച് പ്രായം ചെന്നവരും മേലാതെ അസുഖമുള്ള ഒരാൾക്കാരും പോകണ്ട. അവര് ബുദ്ധി ആലോചിക്കുക. അല്ലാത്ത ആൾക്കാർക്ക് പോയിട്ട് പോരുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 2 വകഭേദങ്ങളുണ്ട്. എനിക്ക് എന്തായാലും 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഇത് വൃന്ദാവനത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാനുവരി 2 കൂടി ആയിരിക്കാം. 2 തൊട്ട് 9 വരെയുള്ള ദിവസങ്ങളിലോ. 10-ാം തീയതി എനിക്ക് ഇവിടുന്ന് തിരിച്ചു കയറണം നാട്ടിൽ നിന്ന്. 11-ാം തീയതി ഡ്യൂട്ടിയിൽ കയറേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്. അറിയത്തില്ല. ഇപ്പൊ 2-3 പേര് ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേറെ പലരുടെ ആൾക്കാരുടെ കൂടെ ഞാൻ അവർ നോട്ടീസ് വരുമ്പോൾ കൊടുക്കാറുണ്ട്. അവര് പോകാതിരിക്കുകയാണ്. ഞാൻ വരുമ്പോ എന്റെ കൂടെ തന്നെ പോരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കാരണം നടക്കില്ലെന്ന് അറിയില്ല. നമ്മൾ വലിയ ഗംഭീരമായ പ്രോഗ്രാം ഏറ്റുമാനൂർ 2 പ്രാവശ്യമൊക്കെ നടത്തി. ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് ലക്ഷ്മി ഒരുപാട് ഇങ്ങനെ വാരിക്കോരിച്ചിട്ട് ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അത് കാരണം അറിയില്ല. ഭഗവാനും ലക്ഷ്മി ദേവിയും കടാക്ഷിച്ച നടക്കും.
അപ്പൊ നമ്മള് എവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭഗവത്ഗീത ജയന്തിയാണ് ബുധനാഴ്ച അല്ലെ. ബുധനാഴ്ച ഏകാദശി ഉണ്ട്, അതായത് ഡിസംബർ 11 ബുധനാഴ്ച ഏകാദശിയും ഒപ്പം തന്നെ ഭഗവത്ഗീത ജയന്തിയാണ്. ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് ഏകദേശം 5550 വർഷത്തിൽ പരമായിട്ടുണ്ട് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചിട്ടല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ഇൻട്രഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പല പ്രശ്നോത്തരികൾ കഴിഞ്ഞു. നമ്മൾ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞ ക്ലാസ് കൊണ്ട് നമ്മൾ ഉപസംഹരിച്ചു. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി രണ്ടിലേക്ക് അങ്ങനെ കിടക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആരെങ്കിലും വിസിറ്റിംഗ് വൈഷ്ണവരെ നോക്കിയിരുന്നു. അപ്പൊ വിസിറ്റിംഗ് വൈഷ്ണവര് ഒക്കെ കുറച്ച് ബിസിയാണ്. കാര്യം ഇവിടെ ഒരു വിസിറ്റിംഗ് വൈഷ്ണവൻ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ക്ലാസ് ഒക്കെ എടുത്തു പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന സമയം അതുകൊണ്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അടുത്ത ആഴ്ചയില് നമ്മുടെ ഒരു മാതാജി സിബി മാതാജി എന്ന് പറയുന്നത് സാവിത്രി കേശവി ദേവിദാസി മാതാജി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. അതായത് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ ആണല്ലോ ഭഗവത്ഗീതയുടെ മെയിൻ. ഭഗവത്ഗീത സംഗ്രഹമാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗീതാ വിഷയ സംഗ്രഹം എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ ശ്ലോകം അതിന്റെ 1076 ശ്ലോകങ്ങളുണ്ട്. ഏറ്റവും നീളം കൂടിയ ചാപ്റ്ററും അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്താണ് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട കാര്യം, നമ്മള് ശരീരവും ആത്മാവും അങ്ങനെ അത് തമ്മിലുള്ള ബന്ധം, വ്യത്യാസം, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം ആ രണ്ടാമത്തെ അധ്യായം നമുക്ക്, ഞാൻ വിചാരിച്ചു ആരെങ്കിലും വൈഷ്ണവര് തന്നെ തുടങ്ങട്ടെ. അപ്പൊ അങ്ങനെ അത് തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എടുക്കാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നത് എടുക്കാനായിട്ട് പറ്റും. ഞാനും ഒരു ബിഗിനിങ് ആണല്ലോ, ഞാനൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അതെനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഗുരുപ്രഭു ഉണ്ട് നാട്ടിൽ. ഗുരുപ്രഭുവിന്റെ സമയം പോലെ ഇടയ്ക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഗുരുപ്രഭുവിനെയും കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചു. ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാവരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ആചാര്യന്മാർ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾക്ക് ഈ പറയുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള അധ്യായങ്ങളെല്ലാം ഭഗവാൻ ഉപദേശിക്കാനുള്ള കാരണം ഒന്നാമത്തെ ചാപ്റ്ററല്ലേ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ അദ്ദേഹം അത്ര നിസ്സാരമായിട്ട് തള്ളാനോ അത് അത്ര വളരെ സിമ്പിളായിട്ട് കാണാനോ ഒരിക്കലും പാടില്ല. കാര്യം ബാക്കിയുള്ള എല്ലാ അത് ഭഗവാന്റെ ഉപദേശം 2-ാം അധ്യായം തൊട്ടാണ് തുടങ്ങുന്നത് എങ്കിലും ഒന്നാമത്തെ അധ്യായം കാരണമാണ് ബാക്കിയുള്ള 17 അധ്യായങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സൃഷ്ടികർത്താവ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഒന്നാമത്തെ ആ ഒരു ചാപ്റ്ററിന്റെ സ്ഥാനം. ബാക്കിയുള്ള 17 ചാപ്റ്റേഴ്സ് സൃഷ്ടിച്ചത്. അപ്പൊ അത് എവിടെ നിന്ന് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ യുദ്ധമുഖത്തുണ്ടായ നമ്മളുടെ ആ ഒരു ജീവാത്മാവിനുണ്ടായ ആ ഒരു തളർച്ച അല്ലെങ്കിൽ മൗഢ്യം അത് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ആ പരമാത്മാവ് വന്നിട്ട് ആ ജീവാത്മാവിനെ ഉയർത്തുന്ന പ്രക്രിയ, അതാണ് ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ വരുന്നത് അല്ലെ. ജീവാത്മാവിനുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയെയും നമ്മൾ പരമാത്മാവിനോട് യോഗം ചെയ്തു കഴിഞ്ഞാൽ പരമാത്മാവ് അത് പരിഹരിച്ചു തരും എന്നുള്ള ആ ഒരു വസ്തുനിഷ്ഠമായ കാര്യം ആണ് നമ്മൾ ഭഗവത്ഗീതയിൽ കണ്ടുവരുന്നത്. അപ്പം ഭഗവത്ഗീത ഇൻട്രഡക്ഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കിനി തുടർന്നുള്ള ഭഗവത്ഗീത ജയന്തിയില്ലേ, ഭഗവത്ഗീത ജയന്തി എടുക്കാനായിട്ട് ആരെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ട്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മുരളി ഹസ്തപ്രഭുവാണ് എടുത്തത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് മുരളി ഹസ്തപ്രഭുവിന്റെ ക്ലാസ്സിൽ കയറുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു സതി മാതാജിയും രാധിക മാതാജിയും ഒക്കെ കയറുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. കേറുന്നുണ്ട്. മുരളി ഹസ്തപ്രഭു ഞങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ ഈ രാജ്യത്തിന് വലിയ നഷ്ടമാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ 2-3 മാസം കൂടുമ്പോൾ വിസിറ്റിംഗ് വൈഷ്ണവനായിട്ട് വന്നിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ അതുപോലെ ഒരു ക്ലാസ് ഞാൻ വേറൊരാളുടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. എങ്ങനെ തോന്നുന്നു മാതാജിക്ക് അങ്ങനെ തന്നെയാണോ അതോ വിരുദ്ധ അഭിപ്രായം ഉണ്ടോ? നല്ല ക്ലാസ് ഒക്കെയാണ്, ഞങ്ങൾ കയറാറുണ്ട്. എന്നാലും ഞാൻ വേറെ അതിലും നല്ല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. അതെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. വേറെ പ്രഭു ആരാണ് നന്നായിട്ട് എടുക്കും, നല്ല ക്ലാസ് പ്രഭു നല്ലതായിട്ട് വേറെ എടുക്കും, നല്ല മാതാജി ഭംഗിയായിട്ട് എടുക്കും. ആരുടെയാണ് കേട്ടിട്ടുള്ളത് ഇതിൽ നല്ല ക്ലാസ്?
ഗുരുവായൂർ സ്കൂളിലെ വിജയമുകുന്ദദാസ് പ്രഭു നല്ല ക്ലാസ് ആയിട്ട് എടുക്കും. നല്ല ക്ലാസ്സാ പ്രഭുവിന്റെ. വിജയ മുകുന്ദദാസ് പ്രഭു അല്ലേ? ആ സന്യാസിയാണ്. ബ്രഹ്മചാരി അല്ലേ? ബ്രഹ്മചാരി ഒരു പയ്യനല്ലേ? പയ്യന 10-30 വയസ്സുണ്ടാവുമായിരിക്കും. അതെ അതെ അതെ, ഞാൻ കണ്ടിട്ട്, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയത്. ആ ഉം. ഭയങ്കര ഡിവോട്ടിയാണ് പ്രഭു, നല്ല ഡിവോട്ടിയാണ്. നമ്മളിപ്പോഴത്തെ ഡിവോട്ടികളൊക്കെ കാണാൻ ഭയങ്കര പാടല്ലേ, എല്ലാവരും ഇസ്കോണെന്നൊക്കെ പറയണെങ്കിലും. പക്ഷെ ഇത് നല്ലൊരു ഡിവോട്ടിയാണ്. നല്ല ഭഗവാന് വേണ്ടി അർപ്പിച്ച ജീവിതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. നല്ല ക്ലാസ്സുമാണ്. ഭയങ്കര ഫുൾ ജീവിതം മുഴുവൻ അത് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ പ്രഭുവിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ക്ലാസ്സും അമ്മയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ അവിടെ ഡെഡിക്കേറ്റ് അവിടെ ചെയ്തിരിക്കുകയാണ്, തന്നെ ഉണ്ട്, പ്രസാദം ഉണ്ടായിരുന്നു. സേവയ്ക്കുണ്ട്, ഞാൻ സേവയ്ക്കുണ്ട്. അമ്മയൊക്കെ പരിചയപ്പെട്ടു. അമ്മയാണ് എനിക്ക് ഉം, പ്രസാദമൊക്കെ വിളമ്പി തന്നൊക്കെ, അദ്ദേഹത്തിന്റെ അമ്മ. ഉം. അവര് അവിടെ ഉണ്ട് ഡിവോട്ടി. സേവയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കിച്ചണില്. അതെ അതെ. നല്ല ക്ലാസ്സാ പ്രഭുവിന്റെ. ഞാൻ എല്ലാ ദിവസവും കേട്ടിട്ടില്ല, ഞാൻ വെളുപ്പിന് 5 ചെറിയ ചെറിയ മണിക്കുണ്ട്. ഷോർട്സ് കേട്ടിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ, ചെറിയ ഷോർട്സ്, ആ ചെറിയ അത്രേ കേട്ടിട്ടുള്ളൂ, അല്ലാതെ ക്ലാസ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. എല്ലാ ദിവസവും 5:30 ഉണ്ടാവും വെളുപ്പിന്. അതെയോ? എന്നും വെളുപ്പിന് 5:30 ഉണ്ടാവും. പിന്നെ വൈകിട്ട് 8:30. എവിടെ, യൂട്യൂബിലാണോ അതോ? ലിങ്ക് ഉണ്ട്, ഇസ്കോൺ ഗുരുവായൂരിന്റെ ലിങ്കില്. ആ പിന്നെ യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിൽ അത് അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതെ അല്ലേ. അപ്പൊ എന്തായാലും, അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒരു വ്യക്തികളെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഭഗവത്ഗീത ഈ ഒരു ജയന്തി ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ സാവിത്രി കേസരി മാതാജി അടുക്കുന്നെങ്കിൽ ഭഗവത്ഗീത ആം, ജയന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു, എന്തായാലും ഡിസംബറിൽ തന്നെയാണല്ലോ ഈ ഒരു ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഭഗവത്ഗീത നമ്മൾ ആ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ആർക്കെങ്കിലും ദാനം ചെയ്യുന്നത് കാര്യം ഒരു ജീവദയാണല്ലേ, ഒരു ജീവാത്മാവിനോട് നമ്മൾ കാണിക്കുന്ന വലിയ കരുണയാണ്. കാര്യം നമുക്ക് കേട്ടിട്ടുണ്ട്, ഭഗവത്ഗീത വായിച്ചിട്ട് ഒരുപാട് പേര് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട സന്ദർഭങ്ങളും പാസ്റ്റ് ടൈംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക്, അതായത് കഥകളൊന്നുമല്ല, യാഥാർത്ഥ്യങ്ങൾ എത്രയോ പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഭഗവത്ഗീത ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നിരിക്കുന്ന ആൾക്കാരെ ഇത് വായിച്ചിട്ട് അവർ ആത്മഹത്യയിൽ നിന്ന് കരകയറി വന്ന എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭഗവത്ഗീത ആർക്കെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ഒക്കെ തന്നെ നമുക്ക് എന്താണ് ദാനം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു മാസമാണ് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള ഭൗതികമായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഒരു ബർത്ത്ഡേ പ്രസന്റ് പോലെയോ, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി പ്രസന്റ് പോലെയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവരുടെ വീട്ടിൽ ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു ഭഗവത്ഗീത മേടിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ മാസം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ തൃശ്ശൂർ രാജരാജേന്ദ്ര പ്രഭുവോ തിരുവനന്തപുരം ഇസ്കോണോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിനുള്ള സേവയ്ക്കുള്ള ഓപ്ഷൻ ഉണ്ട്. തിരുവനന്തപുരത്തെ ഇസ്കോണിന്റെ ഒരു പോസ്റ്റ് അവിടുത്തെ ഒരു മാതാജി, ഗൗരിപ്രിയ മാതാജി അയച്ചതെന്ന് ഞാൻ ഗ്രൂപ്പിൽ കിട്ടായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സേവയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിന്റെ ഒരു ഒരു റിവിഷനാണ് നമ്മളിപ്പം എടുക്കാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പോകുമല്ലേ. അപ്പൊ അതിനു മുൻപ് നമ്മൾ എന്തൊക്കെ പഠിച്ചു മനസ്സിലാക്കി എന്നൊക്കെയാണ് നമ്മൾ ഈ ഇന്നത്തെ ആ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ തന്നെ പ്രശ്നോത്തരിയൊക്കെ ഇട്ട് കഴിഞ്ഞെങ്കിലും എല്ലാവരും അത് മറന്നു പോകാനായിട്ടാണ് ചാൻസ്. പലരും, ഞാനും തന്നെ മറന്നു പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാം എന്തൊക്കെയാണെന്നല്ലേ. അപ്പൊ ആർക്ക് ഇതിലേക്ക്, നമ്മൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിച്ചേരാനുള്ള സന്ദർഭം മുതല് ആർക്കെങ്കിലും 1-2 പോയിന്റ്സ് വീതം പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ശ്ലോകങ്ങളും ഒന്ന് വായിക്കാം. അതിന്റെ അർത്ഥം കൂടെ, വിവർത്തനം കൂടെ, ഭാവാർത്ഥം വേണ്ട, അതിന്റെ വിവർത്തനം കൂടെ വായിച്ച് നമുക്ക് മുഴുവൻ ശ്ലോകങ്ങളും ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. ശ്ലോകങ്ങൾ വായിക്കുക, ഓരോരുത്തരും ഓരോ ശ്ലോകം വായിക്കുക, എന്നിട്ട് അതിന്റെ വിവർത്തനം വായിക്കുക. അങ്ങനെ നമുക്ക് 1-ാമത്തെ ചാപ്റ്ററിലെ 46 ശ്ലോകം ആണെന്ന് തോന്നുന്നു, 46 ശ്ലോകം നമുക്കൊന്ന് പൂർത്തിയാക്കാം ഇന്ന് തീരുന്നതിന് മുൻപ്. അപ്പം ഞാൻ ഇതിന്റെ ആ സന്ദർഭം എന്തായിരുന്നു, ഈ ഭഗവത്ഗീത തുടങ്ങി നമ്മൾ ആമുഖങ്ങളും ഓവർവ്യൂസ് ഒക്കെ ഒരുപാട് കേട്ടു. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരാൻ നേരത്തെ ഇതിന്റെ സന്ദർഭം, ഈ ഭഗവത്ഗീതയുടെ സന്ദർഭം 1-ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ടായിരുന്ന സന്ദർഭം തൊട്ട് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കും. അതായത് മത്സ്യം തൊട്ട് കൂട്ടരെന്ന് മേൽപ്പത്തൂരിനോട് മറ്റേ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് അതിന്റെ തുടക്കം മുതൽ എന്താണ് സന്ദർഭം എന്ന് നോക്കിയിട്ട് പോവാം. കൃഷ്ണ, ആർക്കാണ് പറയാൻ പറ്റുന്നത്? രതിദേവി മാതാജി, ചുമയൊക്കെ തോന്നുന്നു. വാ തുറന്നാ ചുമയ്ക്കും.
ഭഗവാനെ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ് ശ്രീ പ്രഭുപാദ ശ്രീ ഭഗവത്ഗീത. ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 10-ാം ദിവസം 45 മിനിറ്റ് കൊണ്ട് അർജുനൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഗീതോപദേശം. നമ്മുടെ ധർമ്മഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീത ഗീതോപദേശമാണ് നമ്മുടെ ധർമ്മഗ്രന്ഥമായ ഭഗവത്ഗീത. ഭഗവത്ഗീത ഉപനിഷത്താണ്. ഭഗവത്ഗീതയിൽ ശങ്കരാചാര്യ ഭഗവത്ഗീത മഹാത്മ്യത്തിൽ ഭഗവാന്റെ ഒരു രക്ഷയില്ല. മാതാജി ബുദ്ധിമുട്ടാണ്, ഞാൻ അടുത്ത ആൾക്ക് പാസ് അടിക്കാം. കൃഷ്ണ ഭഗവാൻ. വാ തുറന്നാ ചുമച്ചു. അതെല്ലേ. ഭഗവാൻ അടുത്ത ആരെങ്കിലും വിളിച്ചോളൂ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞതിന്റെ വേദങ്ങളാകുന്ന പശുക്കളെ അർജുനനാകുന്ന കിടാവിനെ കൊണ്ട് ചുരത്തിച്ച് കറന്നെടുത്ത കൃഷ്ണ ഭഗവാൻ കറന്നെടുത്ത പാലാണ് ഭഗവത്ഗീത. അത് ജീവിതത്തില് നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് ഒരു കൗൺസിലിംഗ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. പിന്നെ അതുപോലെ ഗീതോപനിഷത്ത് പ്പെടുന്നത് മഹാഭാരതത്തില് ഭീഷ്മപർവത്തില് 25-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെയാണ്. വെറും 45 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായി വന്നപ്പോഴ്, അതായത് പാണ്ഡവരെ സ്ഥിരമായി കൗരവരെ ദ്രോഹിച്ച് അരക്കില്ലം, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, അങ്ങനെ സ്ഥിരമായ ദ്രോഹം വന്നപ്പോൾ യുദ്ധം അനിവാര്യമായി വന്നപ്പോഴ് ദുര്യോധനാദികളും പിന്നെ പാണ്ഡവരും രണ്ടുപേരും കൃഷ്ണ ഭഗവാനെ സമീപിച്ചപ്പോഴ് അതില് ഭഗവാൻ അർജുനന്റെ കൂടെയും ഭഗവാന്റെ മറ്റ് പടയാളികള് യുദ്ധസന്നാഹങ്ങളെല്ലാം ദുര്യോധനന്റെ കൂടെയും നാരായണീ സേന കൂടെ പോയി. അർജുനൻ വളരെ ബുദ്ധിമാനായിരുന്നുകൊണ്ട് ഭഗവാന് മാത്രം മതി എന്നുള്ള ഇതില് ഭഗവാന് അത് തന്നെയല്ല, ആദ്യം ദുര്യോധനാണ് വന്നത്. ദുര്യോധനൻ വന്ന് ഇതെല്ലാം അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ ഭഗവാനെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാന് അർജുനന്റെ കൂടെയും പോയി. അർജുനൻ അത് വളരെ അനുഗ്രഹമായി. തേരാളിയായിട്ട് കൂടെ പോയി. യുദ്ധത്തിൽ തേരാളിയായിട്ട് ഭഗവാന്റെ പാർത്ഥസാരഥി ആയിട്ട് പോയി. ആ സമയത്ത് യുദ്ധത്തിന്റെ ദിവസം എല്ലാവരും യുദ്ധത്തിന്റെ കാഹളങ്ങളെല്ലാം മുഴങ്ങി. ഓരോരുത്തരുടെ യുദ്ധത്തിന്റെ പ്രാരംഭമായ ശംഖ് വിളിച്ചു. ഏകദേശം യുദ്ധം തുടങ്ങാറായപ്പോൾ അർജുനന്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി. ഈ യുദ്ധത്തിന് വന്നിരിക്കുന്ന സേനാധിപന്മാരെ മുഴുവൻ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മധ്യത്തിലായിട്ട് തേര് നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ തേര് കൊണ്ട് നിർത്തി. അർജുനൻ എല്ലാവരെയും ഇങ്ങനെ നോക്കിയപ്പോഴ് പിതാമഹന്മാര്, ഗുരുക്കന്മാര്, സഹോദരങ്ങള്, ബന്ധുക്കള്, അങ്ങനെ യുദ്ധത്തിനായിട്ട് അണിനിരന്നിരിക്കുന്ന മുഴുവൻ പേരും അർജുനന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംഘർഷം ഉണ്ടായി. ജീവിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒരു ചെറിയ ഇത് മാത്രം മതിയല്ലോ ജീവിക്കാൻ. അതിനുള്ള കഴിവ് അർജുനന് ഉണ്ട് താനും. പിന്നെ എന്തിനാണ് ഈ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഗുരുജനങ്ങളെയും കൊന്ന് അവരെ ചുടിചോര അവിടെ രണാങ്കണത്തിൽ ഒഴുക്കിയിട്ട് എനിക്ക് എന്തിനാണ് ഈ രാജ്യം, അല്ലെങ്കിൽ പാണ്ഡവർക്ക് എന്തിനാണ് ഈ രാജ്യം? ഇതെന്നും ദുഃഖമല്ലേ കിട്ടുള്ളൂ. ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും അതുപോലെ നമ്മുടെ മൂത്ത ആളുകളെയും സഹോദരങ്ങളെയും കൊന്നിട്ട് അവരുടെ ഭാര്യമാരെ എല്ലാം വിധവകളാക്കിയിട്ട്, അമ്മമാരെ പുത്രന്മാരില്ലാതാക്കിയിട്ട്, പിണ്ടോദക്രിയ ചെയ്യാൻ പുത്രന്മാരില്ലാതാക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് അർജുനന് മനസ്സിൽ തോന്നി. തോന്നിയ വിവരം ശ്രീകൃഷ്ണനോട് അതുപോലെ തന്നെ ചോദിച്ചു. ഭഗവാനെ, ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം എന്ന്
പറയുന്നുണ്ടെങ്കിലും അർജുനന്റെ മനസ്സ് ചഞ്ചലമായത് കാരണം അമ്പും വില്ലും താഴെ വെച്ച് അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ രഥത്തിലെ അമ്പും വില്ലും താഴെ വെച്ച് ശരീരം വെറിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരി ബോൾ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. മാതാജി മാതാജി അത് കംപ്ലീറ്റ്ലി പറഞ്ഞ സമ്മറി. അപ്പൊ നമ്മള് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീത ആ സന്ദർഭം മാതാജി പറഞ്ഞു. ആ കുരുക്ഷേത്രത്തിൽ അത് ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും തരില്ല എന്ന് പറഞ്ഞ ഭഗവാൻ ദൂതിന് നേരിട്ട് പോയി. എന്നിട്ട് ഒരു സൂചി പോലും കുത്താനായിട്ട് സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പൊ അങ്ങനെ എന്താണ് അങ്ങനെ ആ യുദ്ധം സമാഗതമായി. ഇരു സൈന്യങ്ങളും അണിചേർന്നു. അപ്പം ഏറ്റവും ബലവാന്മാരായിട്ടുള്ള കർണൻ, അങ്ങനെ മഹാരഥന്മാരെന്ന് പറയും, കർണൻ, ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവർ ആരുടെ കൂടെ, എതിർപക്ഷത്തിന്റെ കൂടെയും ഭഗവാന്റെ സർവ്വ സൈന്യങ്ങളും, നാരായണീ സേന കംപ്ലീറ്റ്ലി ആരുടെ കൂടെയാണ്? എതിർപക്ഷത്താണ്. ഇവിടെ ആരാണ്? സാക്ഷാൽ ഭഗവാൻ അതിസാരഥിയായിട്ട് യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ കൊണ്ട് ഒരു പ്രയോജനമുണ്ട്. എന്തിനാ എടുത്ത്? അർജുനൻ മണ്ടനല്ലേ എന്നൊക്കെ ആര് വിചാരിക്കും? നമ്മുടെ ധൃതരാഷ്ട്രരും അതുപോലെ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരുമാണ് വിചാരിക്കുന്നത് അല്ലേ? കാര്യം ബുദ്ധി മുഴുവൻ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെ അല്ലേ? നമ്മളുടെ ആ ഒരു മനസ്സ് മാത്രം ഉണ്ടായിട്ടില്ല, ബുദ്ധി വേണ്ടേ പ്രവൃത്തി ചെയ്യാനായിട്ട്. അപ്പൊ അത് മുഴുവനും എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് വിജയം എന്ന് സഞ്ജയൻ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ മാതാജി തന്നെ പറയുകയും ചെയ്തു, മഹാഭാരതത്തിലെ 18 അധ്യായങ്ങളുള്ള മഹാഭാരതത്തിലെ 6ാമത്തെ കാണ്ഡമായ ഭീഷ്മപർവത്തിൽ നിന്ന് അതില് എത്ര ശ്ലോകങ്ങളാണ്? 25 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാഭാരതം ആരെ ഉപദേശിച്ചു കൊടുത്തു? അതാണ് സന്ദർഭം അവിടെ നിന്നാണ് വരുന്നത് അല്ലേ? വേദവ്യാസ മഹർഷി ശ്രീ മഹാഗണപതിക്ക് ആണ് ഉപദേശിച്ചു കൊടുത്തത്. മഹാഗണപതിയാണ് ഈ മഹാഭാരതം എഴുതിയത്. അപ്പൊ നമ്മൾ ഈ വായിക്കുന്ന ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും അത് എഴുതിയ ആളും അത്ര സാധാരണക്കാരനല്ല. പറഞ്ഞു കൊടുത്ത ആള് വേദവ്യാസ മഹർഷിയും എഴുതിയ ആള് മഹാഗണപതിയാണ്. അതായത് അതിന്റെ വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് മാത്രം. അതായത് ഗണപതിയുടെ കണ്ടീഷൻ എന്തായിരുന്നു? ഇതൊന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ്. അപ്പൊ വ്യാസദേവന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഇത് മനസ്സിലാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ മാത്രം എഴുതുക. ഇങ്ങനെ ഈ 2 വ്യവസ്ഥകളിലാണ് ഇവർ എഴുതിയത് അല്ലേ? അപ്പൊ അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് എഴുതിയ ആളാണ്, ശ്രീ മഹാഗണപതി എഴുതിയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എല്ലാം വിഘ്നങ്ങൾ മാറ്റാനായിട്ടും ഈ ശ്രീമദ് ഭഗവത്ഗീത എത്രയധികം നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല. ഈ ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഘ്നങ്ങളും അതേപടി മാറ്റപ്പെടും. അത് ശ്രീ മഹാഗണപതിയാണ് ഇത് എഴുതിയത്. അപ്പൊ അതിലേക്ക് വരുന്ന സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്? കുരുക്ഷേത്ര യുദ്ധകളത്തിൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ദിവ്യദൃഷ്ടി ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ദിവ്യദൃഷ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേദവ്യാസ മഹർഷി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ അന്ധനായ ധൃതരാഷ്ട്രർ അത് വേണ്ടാന്ന് വിൽക്കുന്നു. അങ്ങനെ ആ ദിവ്യദൃഷ്ടി സഞ്ജയന്, ധൃതരാഷ്ട്രയുടെ ആ ഒരു ശിഷ്യനും അതുപോലെ തന്നെ വിശ്വസ്തനും ഒക്കെ ആയ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനും ധൃതരാഷ്ട്രയുടെ ആ ഒരു വിശ്വസ്തനുമായ മന്ത്രിയുമായ ആരാണ്? സഞ്ജയൻ. ഇതാണ് എന്താണ് മാതാജി, ഗീതാ മാതാജി പറഞ്ഞോ? സഞ്ജയനാണ് ഈ ദിവ്യദൃഷ്ടി, അത് ദൂരദർശൻ എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവം ഇതിൽ കാണുന്നത്. ഇത് ഹസ്തിനപുരിയിൽ ഇരുന്നിട്ട് ഈ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ യുദ്ധം മുഴുവനും കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ധൃതരാഷ്ട്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ 700 ശ്ലോകങ്ങൾ. ഈ പറയുന്ന 700 ശ്ലോകങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ? 700 ശ്ലോകങ്ങളായിട്ട്. അപ്പം മഹാഭാരതത്തിലെ ഭീഷ്മപർവം, അതിലെ ഒരു പർട്ടിക്കുലർ ശ്ലോകം ഒറിജിനലി പറഞ്ഞത് ഇവര് തമ്മിലുള്ള സംഭാഷണം. ഇവിടെ നടന്നത് ഭഗവാനും അർജുനും തമ്മിൽ യഥാർത്ഥത്തിൽ സംഭാഷണം നടക്കുന്നത് എങ്ങനെയാണ് റൂട്ട് തിരിഞ്ഞു വന്നത്? അത് സഞ്ജയൻ ധൃതരാഷ്ട്രത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു കഥയുടെ റൂട്ട് കണ്ടില്ലേ? ആ ഒരു ക്രിയേഷന്റെ. അപ്പൊ അതാണ് നമ്മൾ പുരാണത്തിലെല്ലാം നമ്മൾ കാണുന്നത്. ശ്രീമദ് ഭാഗവതവും ഇതുപോലെ തന്നെയാണല്ലോ അല്ലെ? പരീക്ഷത്തിനോട് സുഖദേവ ഗോസ്വാമി പറയുന്ന കാര്യങ്ങള് എന്താണ്? നൈമിഷാരണ്യത്തിൽ സൂത ഗോസ്വാമി മറ്റുള്ള ഭക്തജനങ്ങളോട് പറയുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ? സൂത ഗോസ്വാമി, ശൗനകർഷി എന്നൊക്കെ പറഞ്ഞ് സൂതൻ ശൗനകനോട് പറയുന്നതും പിന്നെ ശൗനകൻ അവിടെ കൂടി നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ആൾക്കാരോട് പറയുന്നു.
നൈമിശാരണ്യത്തിലൊക്കെ പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത സ്ഥലം, ആയിരക്കണക്കിന് വര്യന്മാർ ഇരുന്ന സ്ഥലത്ത് പോയ വെച്ചിട്ട് പോയി അവിടെ പോയി. ആരോ വിലാസിനി ഞാൻ മാതാജി പോയി, പോയിട്ടുണ്ട്. ഹരിബോൽ പോയി. ഹരിബോൽ. ഞാൻ പോയി. വിലാസിനി മാതാജി അവിടെ പോയി അല്ലേ, ഹരിബോൽ. ഞാൻ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് വിചാരിച്ചിരുന്നല്ല, എന്തായാലും മാതാജിയെ കുറിച്ച് അഭിമാനിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത സ്ഥലമാണ് നൈമിശാരണ്യം. അപ്പം അവിടെ വെച്ചിട്ടാണല്ലോ ബലരാമനുമായിട്ടൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. ഈ പറയുന്ന സൂത ഗോസ്വാമിയുടെ പിതാവിനെ വധിക്കുന്നതൊക്കെ അല്ലേ. ബലരാമൻ എന്തോ ഒരു ദർഭയോ അങ്ങനെ ഏതോ എടുത്ത് എറിയുന്നതാണ്. രോമഹർഷൻ എന്ന് പറയുന്ന ആളെയാണ് വധിക്കുന്നത്, രോമഹർഷൻ. അതായത് ബലരാമൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം റെസ്പെക്ട് കൊടുത്തിട്ടില്ല, എണീറ്റില്ല. അപ്പം ബലരാമൻ വധിക്കുകയാണ്. അപ്പൊ അതിന്റെ ശരിക്കുള്ള അധികാരി ആരായിരുന്നു? മകൻ തന്നെയായിരുന്നു. അങ്ങനെ മകനായ സൂത ഗോസ്വാമിക്ക്, അതായത് സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത കാര്യം സൂത ഗോസ്വാമി ശൗനകാദി ഋഷിവര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ശ്രീമദ് ഭാഗവതം വരുന്നത്. അപ്പൊ ഇതും നമ്മൾ കണ്ടു, സഞ്ജയൻ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈ 1-ാമത്തെ അധ്യായം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞു. അർജുനന്റെ വിഷാദത്തെ ഭഗവാനോടുകൂടി ചേർത്തു. അർജുന വിഷാദ യോഗം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സൈന്യ നിരീക്ഷണം എന്നും പറയുന്നുണ്ട് അല്ലെ, സൈന്യത്തെ നിരീക്ഷിക്കുന്ന കാര്യം. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത് കാര്യം, ഇത് നമ്മൾ ഓരോരുത്തരുമാണ് അർജുനന്മാര്. നമ്മളുടെ മനസ്സിന്റെ വിലാപം, നമ്മളുടെ മനസ്സിലെ ദുഃഖം, അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങള്, ഇതിനെയെല്ലാം നമ്മൾ ഭഗവാനിലേക്ക് ഇറക്കി വെക്കുക. നമ്മൾ ജീവാത്മാവെന്ന് നമ്മൾ പതിതാത്മാക്കളായ നമ്മൾ ഇങ്ങനെ ദിനം പ്രതി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ പ്രതിസന്ധികൾ ഒന്നല്ലാതെ വേറൊരു പ്രതിസന്ധി നിത്യവും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും? അതിന് എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? നമ്മൾ ആരാണ്? നമ്മൾക്ക് എന്തുകൊണ്ട് ഈ വിഷമാവസ്ഥകളൊക്കെ വന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അത് നേരിട്ട് ഇത് പറയുന്നത് ആരാ? പരമപുരുഷനായ ഭഗവാന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിട്ട് അവസരം ശ്രദ്ധിച്ച ഭാഗ്യാത്മാക്കളാണ് നമ്മൾ ഓരോരുത്തരും. അത് പറയാനും, എനിക്കത് പറയാനുള്ള ഭാഗ്യവും നിങ്ങൾക്കത് കേൾക്കാനുള്ള കാര്യം. പക്ഷെ നമ്മൾ ആരും ധൃതരാഷ്ട്രർ കേട്ട പോലെ ആകരുത് ഒരാളും തന്നെ. ഈ ഭഗവത്ഗീത 18 അധ്യായങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഭാവവും നിങ്ങളുടെയൊക്കെ മാറ്റം എങ്ങനെ വരുന്നു എന്ന് നോക്കിക്കാണുക. നമ്മളെ തന്നെ വിലയിരുത്തുക. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കാണുക. നമ്മൾ എന്താണ് ആകെ കണ്ണുകൊണ്ട് നമ്മളുടെ മനസ്സിനെ കാണാൻ ശ്രമിക്കുക. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് പരിവർത്തനം ഉണ്ടായി? നമ്മൾക്കൊരു പരിവർത്തനം ഉണ്ടായിട്ടില്ല, അതിന്റെ അർത്ഥം നമ്മൾ ധൃതരാഷ്ട്രന്മാരാണ് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായി നമ്മളുടെ നിത്യജീവിതത്തിൽ ഭഗവത്ഗീത മുഴുവൻ കേട്ട് കഴിഞ്ഞെങ്കിൽ എന്താണ്, അതൊരു വലിയ വിജയമാണ് അല്ലെ. സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ അല്ലെ. എത്രയോ മഹത്തായ വിപത്തുകളിൽ നിന്ന് നേരിടാനായിട്ട് നമുക്ക് ഭഗവാൻ ഉപദേശിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഭഗവത്ഗീത നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മളിത് കേൾക്കുക മാത്രമല്ല, ഈ ചെവിയും കൊണ്ട് കേട്ടിട്ട് ഈ ചെവിയും കൊണ്ട് കളയുകയല്ല ചെയ്യുന്നത്. അത് നമ്മളെ ആപ്ലിക്കേഷനാണ്. അതായത് നേരത്തെ പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സയൻസ് ആണ് അല്ലെ, ഒരു തിയറിയാണ്. ഗീതോപനിഷത്ത് എന്നാണ് പറയുന്നത് അല്ലെ. സർവോപനിഷത്തോ ഗാവോ ദോഗ്ധ ഗോപാല നന്ദന ദുഗ്ധം ഗീതാമൃതം മഹത് അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്, അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെയല്ലേ? ശരി. അപ്പൊ എന്താണ്, എല്ലാ ഉപനിഷത്തുക്കളെ ഒരു പശുവായിട്ട് ഉപമിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഭഗവാൻ കറവക്കാരനും അർജുനൻ എന്താണ് പശുക്കിടാവും. അങ്ങനെ ആകുമ്പോൾ ആ പശുവിന്റെ അകടിൽ നിന്ന് വരുന്ന പാലിനെ ഗീതാമൃതം, അതായത് ഭഗവാൻ എന്താണ് ഉപനിഷത്ത് ആകുന്ന ആ പശുവിനെ കറന്നിട്ട് അതിന്റെ അമൃതം മുഴുവൻ ഗീതാമൃതമായിട്ട് അർജുനന് പകർന്നു കൊടുക്കുന്നു അല്ലെ. പിന്നെ ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞ ഭഗവത്ഗീത മഹാത്മ്യത്തിൽ കൂടി നമ്മൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഏത് ഭാവത്തിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഭഗവത്ഗീത മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഏത് ഭാവത്തിലാണ്? നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ ഭാവം വേണം. നമുക്ക് പാടില്ല. എന്താണ്, നമ്മള് പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരിക്കലും നമ്മൾ ഭഗവാന്റെ ദാസനാണെന്നുള്ള കാര്യം, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള ഭാവത്തോടു കൂടി വേണം. അതാണ് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞത്. ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീത. അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ പറഞ്ഞാണ്. പക്ഷെ നമ്മളെല്ലാം മനസ്സിലിരുത്തി മനനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ, അത് ദേവകി പുത്രനായ ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള അമൃതവാണികള് ഭഗവത്ഗീത. ഏകോ ദേവം ദേവകി പുത്ര, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ന ദൈവം കേശവാത്പരം,
ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ, ദേവകീപുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ വേറൊരു ദൈവവും ഇല്ല. പിന്നെ ദേവാണ്. അടുത്ത് എന്താണ്? ഏകോ മന്ത്രസ് ഏകോ മന്ത്രം ഏകോ മന്ത്രസ്യ നാമ്യ നാമാനിയാനി, ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ ഭഗവാനെ കുറിച്ച്, കർമ്മചേത്യം ദേവകീപുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി പ്രതിപാദിക്കുന്ന മന്ത്രം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാമ രാമ പിന്നെ എന്താണ്? ഒരേ ഒരു കർമ്മമേ. കർമാഭേദം അതെന്താണ്? കർമാഭേദ്യം കർമ്മവേഗം. അങ്ങനെ ഇതാർക്കാണ് തസ്യ മുഴുവൻ ദേവസ്യ ഓർമ്മയുള്ളത്? സേവ തസ്യ ദേവസ്യ സേവ സസ്യദേവസ്യ സേവ. ദേവസ്യ അപ്പൊ ആ ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കർമ്മം നമ്മുടെ ഈ ജീവിതത്തിൽ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ നമ്മള് മനസ്സിലാക്കിയത് നമ്മള് ഈ ഭഗവത്ഗീത എത്ര വലിയ അമൃതാണ്, എത്ര വലിയ നിധിയാണ്. ഇത് നമ്മുടെ ശരീരമാകുന്ന നമ്മളുടെ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു മാനുവലാണ് ഭഗവത്ഗീത. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചിട്ട് ഓരോന്നിന്റെയും വിവർത്തനം പറയാം. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം നമ്മൾ ചോദിച്ചായിരുന്നു, കൃഷ്ണൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങളുണ്ട്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 574 അല്ല 574 ശ്ലോകങ്ങൾ. അർജുനൻ 574 പറഞ്ഞതോ 84 84. സഞ്ജയൻ പറഞ്ഞതോ 41 അതുപോലെ തന്നെ ധൃതരാഷ്ട്രർ പറഞ്ഞ ശ്ലോകം 1 1. 1 അപ്പൊ അതൊക്കെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ, അത് വലിയ കാര്യം. അതുപോലെ തന്നെ നമ്മള് ഇനി നമ്മള് പോകുന്നത്, നമ്മൾ ശ്ലോകം വായിക്കാൻ നമുക്ക് എല്ലാവരും എടുത്തോളൂ. ഓരോരുത്തരും ഓരോ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് റൊട്ടേഷൻ ഇടാം. അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്ത് ചെയ്തു? അടുത്ത രണ്ടാമത്തെ ശ്ലോകം രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനികം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ രാജാ വദന ഇത്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഭാവാർത്ഥം: ജനനം മുതൽക്കേ ഭാവാർത്ഥം വായിക്കണ്ട മാതാജി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. അല്ല, ഗീതാ മാതാജി മൂന്നാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. പശ്ചൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ച മും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. നാലാമത്തേത് അടുത്തത് ആരാണ്? പൊന്നമ്മ മാതാജി. മാതാജി കാണുന്നില്ല. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുധിദാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഹരേ കൃഷ്ണ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. യുദ്ധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. കൂടാതെ പരാക്രമിയായ യുദ്ധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി.
ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സപ്ഞാർത്ഥം താൻ ബ്രവീമിതേ. വിവർത്തനം: ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഓം ദർശതി ഹരി ഓം ദർശ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജി. ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സമിതിം ജയഃ അശ്വത്ഥാത്മാ വികർണച്ച സ്വാമിത്യസ്തദൈവ ച. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാത്മാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. ഹരേ കൃഷ്ണ. അടുത്തത് മാധവി രാധ മാതാജി, 9ാമത്തെ ശ്ലോകം. മാധവി രാധ മാതാജി മ്യൂട്ടിലാണ്. അത് ഉറങ്ങിപ്പോയോ? കാണുന്നില്ല. അടുത്ത സുജന മാതാജി വായിച്ച 9ാമത്തെ ശ്ലോകം. സുജന മാതാജി, മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട്. മാതാജി കേൾക്കുന്നുണ്ടോ? പ്രഭുജി എത്രാമത്തത് പ്രഭുജി? 9. 9. ആ. അന്യേ ച ബഹവാ ശൂരാ മദർത്ഥേ ത്യക്ത ജീവിതാഃ നാനാശസ്ത്ര പ്രഹരണാഃ സർവേ യുദ്ധ വിശാരദാഃ. ഇനി വായിച്ചോളൂ വിവർത്തനം. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ളവരും പലതരം ആയുധം പ്രയോഗിക്കാൻ പ്രാപ്തരായ മറ്റു ചില ശൂരന്മാരുമുണ്ട്. ഇവരെല്ലാം തന്നെ യുദ്ധവിശാരദന്മാരാണ്. ഹരേ കൃഷ്ണ. അടുത്ത 10ാമത്തെ ശ്ലോകം. സുജന മാതാജി ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? അപ്പൊ നമുക്ക് വീണ്ടും ആ റൊട്ടേഷൻ തുടങ്ങാൻ. രതിദേവി മാതാജി 10. ഹരേ കൃഷ്ണ. പര്യാപ്തം തസ്മാഹം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദിഗ്മേദേശം ബലം ഭീമാഭിരക്ഷിതം. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഹരേ കൃഷ്ണ. 11 ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 12ാമത്തെ ശ്ലോകം. ഷിബി മാതാജി. ഹരേ കൃഷ്ണ. തസ്യ സംജയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനോദച്ചൈ ശംഖം ദധ്മോ പ്രതാപവാൻ. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖം എടുത്ത് ഊതി. ഹരേ ഹരേ കൃഷ്ണ. 13ാമത്തെ ശ്ലോകം. വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. തദശങ്കാശ്ച ഭേദ്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. ഹരേ കൃഷ്ണ. 14ാമത്തെ ശ്ലോകം. ലൈല മാതാജി. തദസേനേർഹയർയുക്തേ മഹതീ സന്തനേ സ്ഥിതോ മാധവ പാണ്ഡവ ചൈവ ദിവ്യോ ശംഖോ പ്രദത്മതോ. മറുവശത്തെ കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ദിവ്യശംഖങ്ങൾ മുഴക്കി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനി മാതാജി 15. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ
പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. ഓം തത്സദിതി. ഹരി ഓം തത്സത്. മാതാജി എന്റെ ഇതൂടെ വിവർത്തനൂടെ മ്യൂട്ടാണ് ഹരേ കേൾക്കുന്നത്. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖം ഊതി. അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുൻ നിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും മുഴക്കി. ഹരേ സോറി കൃഷ്ണ. പ്രഭുജി, അറിയാതെ ഹരേ കൃഷ്ണ. മ്യൂട്ടാക്കി. 16, 17, 18 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കുന്ന ശ്രീരഞ്ജിനി മാതാജി. അതെ മാതാജി വായിച്ചായിരുന്നല്ലോ. അടുത്ത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനന്തവില്യം രാജ കുന്തി പുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടത്യുമ്നോ വിരാടശ്ച സാത്യകശ്ച പരാജിത ദ്രുപദോ ദാപുദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദത്മോ പൃഥക് പൃഥക്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ ആനന്ദവിജയമെന്ന ശംഖ് ഊതി. നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പകങ്ങളും വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവി വിണയാത്ത സാത്വകി ദ്രുപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. ഹരേ കൃഷ്ണ. കൃഷ്ണ. 19-ാമത്തേത് മാധവി രാധ മാതാജി. കാണുന്നില്ലല്ലോ. മാതാജി മ്യൂട്ട് ആണ്. മൈക്ക് ഓൺ ആക്കൂ. പൊന്നമ്മ മാതാജി 19. കാണുന്നില്ല. ഇവർക്ക് എവിടെ പോവാണോ ആവോ. ഹരേ കൃഷ്ണ. പ്രഭുജി ഞാൻ വായിക്കാം. എന്നാ വായിക്കൂ. മാതാജിയെ കാണുന്നില്ല. എവിടെ നിൽക്കുന്നേ? പ്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോപിനുനാദയൻ. ഘോരമായ ആ ശബ്ദം ആകാശത്തെയും ഭൂമിയെയും മാറ്റിൽ കൊള്ളിച്ചുകൊണ്ട് ദുര്യോധന സൈന്യത്തിന്റെ ഹൃദയം തകർത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമല്ലല്ലേ, വേറെ ഏതോ ഭഗവത്ഗീതയാണെന്ന് തോന്നുന്നു. പ്രഭുജി ഞാൻ വായിക്കട്ടെ. പ്രഭുജി ഞാൻ വായിക്കട്ടെ. ഞാൻ വായിക്കട്ടെ പ്രഭുജി. 20-ാമത്തെ ഇടയ്ക്കത് മ്യൂട്ട് ആയ പോലെ പോയി. 20-ാമത്തെ വായിച്ചോളൂ. അതാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധർമ്മരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശാസ്ത്ര സമ്പാദേ ധനുരുദ്ധ്യ പാണ്ഡവ ഋഷികേശം തഥാ വാക്യമിതമാഹ മഹീപദേ. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയാളമുള്ള തേരിലിരുന്നുകൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത 2 ശ്ലോകങ്ങൾ 21, 22 ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയത മേ അച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യമസ്മിൻ രണസമുദ്യമേ. ഹേ അച്യുത, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവന് ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഞാനൊന്ന് കാണട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 23-ാമത്തെ ശ്ലോകം രതിദേവി മാതാജി. മാതാജി ഇല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. യോസ്യമാലാലവേക്ഷേഹം യേത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയ ചീകൃഷ്വാം. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 24-ാമത്തേത് ശിബി മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ഏവം മുക്തോ ഋഷികേശോ ഗൂഢാകേശന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപിതത്വാ രഥോത്തമം. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര,
അർജുനന്റെ വാക്ക് കേട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 25ാമത്തെ ശ്ലോകം വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരുനിധി. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: പാർത്ഥ, ഇവിടെ ഒരു ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. ഹരേ കൃഷ്ണ. 26ാമത്തെ ശ്ലോകം ലൈല മാതാജി. ഹരേ കൃഷ്ണ. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുരൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശ്വശുരാൻ സുഹൃദൈവ സേനയോരുഭയോരപി. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുരന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യ, പിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഹരേ കൃഷ്ണ. 27ാമത്തെ ശ്ലോകം ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. താൻ സമീക്ഷ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു: ഒന്തസ്സദിതി ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. 28ാമത്തെ ശ്ലോകം മാധവി രാധാമാതാജി. ദൃഷ്ടമം സ്വജനം കൃഷ്ണ യുത്സും സമവസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ പറഞ്ഞു: യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. ഹരേ കൃഷ്ണ. ഹരേ അടുത്ത കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേപദുഷ്ട ശരീരേ മേ രോമഹർഷച്ച ജായതേ ഗാണ്ഡീവം സംസ്കൃതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടു നീറുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 30ാമത്തെ ശ്ലോകം വീണ്ടും രതിദേവി മാതാജി. വ്യവസ്ഥാദോ പ്രമദീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചവൻ. ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഹരേ കൃഷ്ണ. 31ാമത്തെ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. നജ ശ്രേയം പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എന്ത് ഗുണം എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല. രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 32ാമത്തേത് ശ്രീ മാതാജി. 32, 33, 34, 35. ഹരേ കൃഷ്ണ. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗർജീവിതേന വാം യേഷാമർത്ഥ്യേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച. 33. ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാസ്തഥൈവ ച പിതാമഹഃ. 34. മാതുലാ ശൗരാ പൗത്രോ സ്യാലാ സംബന്ധിനസ്തഥാ ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോഹപി മധുസൂദന. 35. അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഃ കിം नु മഹീ കൃതേ നിഹത്യ ധൃതരാഷ്ട്രാന്നാം കാ പ്രീതി സ്യാർജനാർദ്ദന.
ഹരേ കൃഷ്ണ. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശശുരന്മാർ, സ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ എന്തിന് അവരെ കൊല്ലണം? അവരെ വധിക്കുക ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധൃതരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 36ാമത്തെ ശ്ലോകം സുജന മാതാജി. പാവമേവാശ്രേദസ്മാൻ ഹത്വേദാനാദായിനഃ തസ്മാന്നർഭവയം അന്ത്യം ധാർത്തരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വോ സുഖിനഃ മാധവ. ആക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമുക്ക് ഇതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? ഹരേ കൃഷ്ണ. 37 വായിച്ചു മാതാജി. മാതാജി ഇപ്പോഴാണല്ലോ കണ്ടത്. അത് എനിക്കിവിടെ കറണ്ട് പോയി, അതിന്റെ പ്രശ്നമായിരുന്നു. 37 വായിച്ചോ. യദ്യവേദേന പശ്യന്തി ലോകോപഗത ചേതസ വിലക്ഷയകൃതദോഷം ദ്രോഹേ ച പാതകം പദം നാജ്ഞേയമസ്മാമി പാവാദസ്മാന്യവർദ്ധിതം വിലക്ഷയകൃതം ദോഷം പ്രവശ്യ കൃത്യനാർത്തന. അല്ലയോ കൃഷ്ണ, ലോകോപഗത ചേതസ അനേച്ഛയാൽ കീഴടക്കപ്പെട്ട മനുഷ്യരുടെ വിവർത്തനം വായിക്കും. വിവർത്തനം. ലോകോവേശം കൊണ്ട് ഇവർ ബന്ധുക്കളോട് പൊരുതുന്നതിൽ ദോഷം കാണുന്നില്ല. കുലക്ഷയത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളെ കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിനു വ്യാപൃതരാകണം? പാപർത്തമായി വേണ്ട. 39ാമത്തേത് പൊന്നമ്മ മാതാജി. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കുൽസൻ നവധർമ്മ കുൽസ്ന മധർമ്മോ ഭവിബന്ധത. വംശം നശിക്കുന്നതോടുകൂടി അധർമ്മോ അഭിഭവത്യുതഃ. അങ്ങനെയാണ്. അധർമ്മോ അഭിഭവത്യുതഃ എന്നാണ്. വായിച്ചോളൂ, അർത്ഥം പറഞ്ഞോളൂ. കുലക്ഷയോ പ്രണശ്യന്തി കുലധർമ്മോ സനാതന ധർമ്മോ നഷ്ടോ കുലം കുൽസൻ അധർമ്മോ അഭച്യുത. അധർമ്മോ അഭിഭവത്യുതഃ. അധർമ്മോ അഭിഭവത്യുത. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധർമ്മിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 40ാമത്തേത് ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. ഹരേ കൃഷ്ണ. 41ാം ശ്ലോകം ശാന്തകുമാരി മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സംഗരോ നരകായ സ്നാനാങ്കുലസ്യജ പതന്തി പിതരോഹേഷ്യാം യുക്തപിണ്ഡോദകക്രിയ. ഹരേ കൃഷ്ണ. ആവശ്യമില്ലാത്ത അർത്ഥം. മാതാജിന്റെ അർത്ഥം പറയാം.
ചെല്ലാം ആവശ്യമില്ലാത്ത ഹരേ കൃഷ്ണ. ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞ് കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അതപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായികയാൽ അതമ്പതിക്കും. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഹരേ കൃഷ്ണ. വേണ്ട. ഹരേ കൃഷ്ണ. 42-ാമത്തേത് 42-ാമത്തെ വായിക്കുന്നത് വിലാസിനി മാതാജി. ഹരേ കൃഷ്ണ. ദോഷൈഷേദൈകുലജ്ഞാനം കർണസങ്കരകാരകൈ ഉത്സ്യാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതഃ. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 43-ാമത്തേത് വീണ്ടും ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകവാസോ ഭവതീത്യനുശുശ്രമ. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 44-ാമത്തെ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. അഹോ ഗതമഗത്പാപം കൃത്തും വ്യവസ്ഥിതാ വയം യത് രാജസുഖലോഭേന ഹന്തും സ്വജനമുഖ്യത. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്. രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ. ഹരേ കൃഷ്ണ. 45-ാമത്തേത് 45-ാമത് സുജന മാതാജി. മാമ പ്രതികാര ശസ്ത്രം ശസ്ത്രപാണയാം ധാർത്തരാഷ്ട്രാരണേ കന്യോ തന്മേ ക്ഷേമതരം ഭവേ. ധാർത്തരാഷ്ട്രന്മാരോടെ പൊരുതും നിരായുധനായി പ്രതിരോധം എന്ന് വെക്കുകയാണ്. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാചാം ഏവമുക്ത്വാർജുന സംഘേ രഥോപസ്ഥാ ഉപാവിശത് വിസൃജ്യ സശരം ശാപം ശോകസം വിഘ്നമാനസഃ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ചിട്ട് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 46 ശ്ലോകങ്ങളാണ് 1-ാമത്തെ അധ്യായത്തിൽ ഓർത്തിരുന്നതാണ്. 46 ശ്ലോകങ്ങൾ. അപ്പൊ 46 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞു. അപ്പൊ അത് ഗീതാ മാതാജി തുടക്കത്തിൽ തന്നെ ഒരു സമ്മറി പറഞ്ഞിരുന്നു അല്ലെ. ആദ്യം എന്താണ്, ദുര്യോധനൻ എന്താണ് സ്വന്തം ആചാര്യനായ ദ്രോണാചാര്യരോട് പാണ്ഡവ പക്ഷത്തുള്ള പ്രധാനപ്പെട്ട തേരാളികള് മഹാരഥന്മാർ ആരൊക്കെയാണെന്ന് വർണ്ണിക്കുകയായിരുന്നു. അതിനുശേഷം അപ്പം ദുര്യോധനന്റെ ഒരു കാര്യം, ഭഗവാനുണ്ട്, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ഭഗവാനുണ്ട് കൂടെ. അതുപോലെ തന്നെ കാശി രാജാവും അങ്ങനെയൊക്കെയുള്ള സാത്വികി, അങ്ങനെ അതുപോലെയുള്ള കുറെ മഹാരഥന്മാരുണ്ട്. അവരൊന്നും ഒരിക്കലും പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ്. അവരെ പറ്റി വിവരിക്കുമ്പോൾ ദുര്യോധനന്റെ മനസ്സിലൊരു പേടി ഉള്ളതായിട്ടാണ് സഞ്ജയൻ നമ്മളോട് പറയുന്നത്. സഞ്ജയന് അറിയാമല്ലോ ആരാണ് ചെയ്യുന്നത്. സഞ്ജയൻ നല്ലൊരു സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സഞ്ജയൻ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ്. അതുകൊണ്ട് സഞ്ജയൻ അറിയാം. സഞ്ജയൻ എപ്പോഴും അതിന്റെ സൂചനകൾ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ അതുപോലെ ശംഖുവിളി, അത് കഴിഞ്ഞിട്ട് ദുര്യോധനൻ എന്ത് ചെയ്തു, ദ്രോണാചാര്യരോട് സ്വന്തം പക്ഷത്തുള്ള ആൾക്കാർ ഒട്ടും പുറകിലല്ല എന്ന് സ്വയം സമാധാനിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അല്ലെ. സ്വയം സമാധാനിക്കുകയാണ്. നമ്മളുടെ പക്ഷത്തുള്ള ആൾക്കാർ മോശമൊന്നുമല്ല. അതെന്താണ്, ഭീഷ്മാചാര്യർ അല്ലെ. ഭീഷ്മാചാര്യരുടെ അടുത്തേക്ക് ബാക്കി ആർക്കും തന്നെ ഭീഷ്മരെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സ്വന്തം പിതാമഹനായതുകൊണ്ട് പാണ്ഡവർക്ക് എന്താണ്, പിതാമഹനെതിരെ അമ്പെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടും അവർക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭീഷ്മദേവരെ മുന്നിൽ നിർത്തി അദ്ദേഹം സേനാനായകനായതുകൊണ്ട് അവർക്ക് മനസ്സിലായി എന്താണ്, ഈ ഒരു യുദ്ധം അവർക്ക് വിജയമാണെന്നുള്ള ഒരു പ്രത്യാശ മാത്രമാണ് അല്ലെ. പിന്നെ ദ്രോണാചാര്യ പരാജയ ഭീതി എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളാണ്. ഒരാൾക്കും തന്നെ പരാജയപ്പെടുത്താനായിട്ട് ദ്രോണാചാര്യർ സാധിക്കുന്നത്. അല്ലെങ്കിൽ അൺലെസ് അതർവൈസ് എന്താണ്, അദ്ദേഹത്തിന് മനസ്സ് ലൂസായി പോകണം അല്ലെ, മൈൻഡ് ഔട്ടായി പോകുന്ന സമയം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അല്ലെ. പുത്രന് അമിതമായ പുത്രസ്നേഹമായിരുന്നു.
പുത്രനെ വധിച്ചു, അല്ലെങ്കിൽ അശ്വത്ഥാമ ശതകുഞ്ചര എന്ന് പറഞ്ഞ ആ ഒരു ഇത് കേട്ടിട്ട് അത് എന്താണ് ധൃതരാഷ്ട്ര ധർമ്മപുത്രരായ യുധിഷ്ഠിരന്റെ വായിൽ നിന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം വിശ്വസിച്ചത്, അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ള ദ്രോണര്, പിന്നെ ആരാണ്? കർണൻ. അതുപോലെ കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനേക്കാളും ഒന്നുകൂടെ കൂടി വില്ലാളി വീരനായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ആളാണ്. നമ്മൾ കണക്കാക്കുന്നതല്ല, അതിന് മാത്രം അദ്ദേഹത്തിന് കഴിവുള്ള ഒരു വ്യക്തിയും കൂടെ കൂടിയാണ് കർണൻ. അപ്പം കർണൻ ആരുടെ പുനർജന്മാണെന്ന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ കഥ? കർണൻ എന്തൊരു കവചം? സഹസ്രകവചൻ. സഹസ്രകവചം. വെരി ഗുഡ്. മാതാജിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും മറന്നുപോയി അല്ലേ? സഹസ്ര കവചൻ ഒറ്റ കവചമായിട്ട് ജനിച്ചാണല്ലേ? കഴിഞ്ഞ ജന്മത്തിലും ഈ കവചങ്ങൾ ആരാണ് അറുത്തത്? കൃഷ്ണാർജുനന്മാർ തന്നെയായിരുന്നു, നരനാരായണന്മാരായിട്ടല്ലേ? നരനാരായണന്മാരായിട്ട് ഒരു കവചം മുറിക്കാതെ വിട്ട് പോന്നതാണ് അല്ലേ? ആ കവചമായിട്ട് ജനിച്ചപ്പോൾ തന്നെ ആര്? കർണൻ സൂര്യപുത്രനായിട്ട് ജനിച്ചു. അപ്പൊ ആ കവചം ഇവര് തന്നെ, നരനാരായണന്മാര് കൃഷ്ണാർജുനന്മാര് തന്നെ അത് ഇവിടെ വെച്ചിട്ട് അത് പൊളിക്കാനായിട്ട് കാരണമായി, അല്ലെ? അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായി. അപ്പൊ അങ്ങനെ ആ കർണൻ, ഇതുപോലുള്ള മഹാരഥന്മാര് ഉള്ളപ്പോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവമായി ആർക്ക്? നമ്മളുടെ ദുര്യോധന. അതിനുശേഷം ഈ പറയുന്ന ദുര്യോധനന്റെ മനസ്സിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭീഷ്മദേവൻ അദ്ദേഹത്തിന്റെ ശംഖ് ഊതി. അങ്ങനെയാണ് പിന്നെ ശംഖ് വിളികളുടെ ഘോഷമാണ് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ശംഖ് വിളികൾ. പിന്നെ പാഞ്ചജന്യം ഋഷികേശ ദേവദത്തം ധനഞ്ജയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ ശംഖിനെ പറ്റി നമ്മൾ കണ്ടു അല്ലെ? ഓരോരുത്തരും ഒന്നിനൊന്ന് കേമമായിട്ട് ശംഖ് വിളിച്ചു. ആ ശംഖ് വിളിയിൽ ഏറ്റവും കൂടുതൽ ആരുടെ ശംഖ് മുഴങ്ങുമ്പോഴാണല്ലോ എതിരാളികൾക്ക് ഭയപ്പാടുണ്ടാകുന്നത്. അതിന്റെ അർത്ഥം ആ എതിരാളി എന്താണ്? പരാജയം ഉറപ്പാണെന്നതിന് അർത്ഥം. കാരണം മനസ്സിൽ ഭീതിയുള്ള ആൾക്കാരാണല്ലോ ഈ ശംഖുവിളി കേൾക്കുമ്പോഴത്തേന്നാണ് ഒരു വെപ്രാളം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ ആ ഒരു പാഞ്ചജന്യത്തിന്റെ കഥ പറഞ്ഞു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നമ്മള് ക്ലാസിന്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെയൊക്കെ പോകുന്നത്. എങ്ങനെയാണ് പാഞ്ചജന്യം ഭഗവാന് കിട്ടിയത്? ശംഖുചൂടൻ അല്ലെങ്കിൽ എന്താണ്? ശംഖുചൂടല്ല, പഞ്ചകാസുരൻ, പഞ്ചകനെ. അങ്ങനെ ആ പഞ്ചകനെ വധിച്ചതിന് ശേഷമാണ്, അത് ഏത് സന്ദർഭത്തിലാണ്? സന്ദർഭം നിങ്ങൾ ആരും പറയുന്നില്ല. ഭഗവാനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു ആര്? സാന്ദീപനി മഹർഷി അല്ലേ? 64 ദിവസം 64 കലകളും 64 വിദ്യകളും പഠിച്ചു ഭഗവാൻ സാന്ദീപനി മഹർഷി ആശ്രമത്തിൽ നിന്ന്. അപ്പൊ അദ്ദേഹം ഗുരുദക്ഷിണയുടെ സമയമായപ്പോ ഗുരുദക്ഷിണ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഗുരുദക്ഷിണ വേണ്ട, നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ, അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ ഗുരുപത്നിയുടെ നിർബന്ധപ്രകാരം ആ ഗുരുദക്ഷിണയായിട്ട് അവരുടെ മരിച്ചുപോയ മകനെ, മരിച്ചുപോയി എന്ന് അറിയില്ല, കാര്യം ജഡം കിട്ടിയാലേ മരിച്ചു എന്ന് പറയാനുള്ളൂ, ഒരുപാട് നാളായിട്ട് കാണുന്നില്ല, ആ ഒരു പുത്രനെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭഗവാനും ആരോടെയാണ് പോകുന്നത്? ബലരാമനും കൂടെ കൂടി ഈ സമുദ്രത്തിന്റെ തീരത്ത് ചെന്നപ്പോ അവിടെ വെച്ചിട്ടാണല്ലോ കാണാതെ പോയത്. അങ്ങനെ സമുദ്ര അന്തർഭാഗത്ത് ചെല്ലുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആളെന്താണ്? പഞ്ചകാസുരൻ ഈ പറയുന്ന ശംഖിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പഞ്ചകാസുരനായിട്ട് യുദ്ധം ചെയ്തിട്ട് കൊണ്ടുവന്നു, മകനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഒരു കഥയിൽ പറയുന്നത്. വേറൊരു കഥയിൽ പഞ്ചകാസുരന്റെ അടുക്കലും ഇല്ലായിരുന്നു, അവിടെ യമലോകത്തേക്ക് പോയിരുന്നു. ഭഗവാനും ബലരാമനും യമലോകത്ത് എന്ന് യമധർമ്മ രാജാവിന്റെ അടുക്കൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോകുന്നതായിട്ടും വേറൊരു കഥയിലും ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേതാണ് അതോ ബ്രഹ്മാവിന്റെ 2 കൽപ്പങ്ങളിൽ നടന്നപ്പോൾ ഈ 2 വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. മിക്കവാറും കഥകളിൽ ഇങ്ങനെ വൈരുദ്ധ്യം വരുമ്പോൾ നമ്മളത് ഏതെങ്കിലും ഒരു സമയത്ത് ബ്രഹ്മാവിന്റെ കൽപ്പങ്ങളിലൊക്കെ അവതാരങ്ങൾ കൊണ്ടിരിക്കുകയാണല്ലോ, ആ ഓരോ കൽപ്പങ്ങളിലുള്ള വ്യത്യാസങ്ങൾ വരും ചെറിയ രീതിയിൽ, അങ്ങനെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മള് പാഞ്ചജന്യ ഋഷികേശ. അപ്പൊ നമ്മൾ വിഷ്ണു പഞ്ചായത്ത് സ്തോത്രം നമ്മൾ സ്മരിച്ചിരുന്നു, ഭഗവാന്റെ 5 ആയുധങ്ങളെ പറ്റി അല്ലെ? അത് നമ്മൾ 2ാമതും 3ാമതും ഞാൻ ഷെയർ ചെയ്യും.
നിങ്ങൾ പറയുകയും ചെയ്തിരുന്നു. വിഷ്ണു സഹസ്രനാമം പണ്ടത്തെ വിഷ്ണു സഹസ്രനാമ പുസ്തകം വായിച്ചിട്ടുള്ളവര് അതിനകത്ത് ഈ പഞ്ചായത്ത് സ്തോത്രവും ലക്ഷ്മി അഷ്ടോത്തര ശതനാമ സ്തോത്രവും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ ഈ അടുത്ത നാള് അത് ഷെയർ ചെയ്തിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എന്ത് എന്താണ് ഭഗവാന്റെ ഒന്നുകൂടെ 5 പറയണം. ആയുധങ്ങളെ പറ്റിയുള്ള സ്തോത്രം, വിഷ്ണു പഞ്ചായത്ത് സ്തോത്രം. സ്ഫുരസഹസ്രാരശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടി തുല്യം സുരദിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ. വിഷ്ണോർമുഖോത്താനിലപൂരിതസ്യ യസ്യ ധ്വനിർദാനവദർപ്പഹന്ത തം പാഞ്ചജന്യം ശശികോടി ശുഭ്രം ശംഖം സദാഹം ശരണം പ്രപദ്യേ. ഹിരണ്മയീം മേരുസമാനസാരാം കൗമോദഗീം ദൈത്യകുലൈകഹന്ത്രീം വൈകുണ്ഠവാമാഗ്രകരാഭിമൃഷ്ടാം ഗദാം സദാഹം ശരണം പ്രപദ്യേ. രക്ഷോസുരാണാം കഠിനോഗ്രകണ്ഠച്ഛേദക്ഷരച്ഛോണിത ദിഗ്ധധാരം തം നന്ദകം നാമ ഹരേ പ്രതീർത്ഥം ഖഡ്ഗം സദാഹം ശരണം പ്രപദ്യേ. യജ്ജാനിനാഥശ്രവണാസുരാണാം ചേതാംസി നിർമുക്ത ഭയാനി സദ്യ തം യജ്ജാനിനാഥശ്രവണാസുരാണാം ചേതാംസി നിർമുക്ത ഭയാനി സദ്യ ഭവന്തി ദൈത്യാസിനി ബാണവർഷി ശാർങ്ങം സദാഹം ശരണം പ്രപദ്യേ. അങ്ങനെയാണ് 5 ആയുധങ്ങൾ. അല്ല, ഏതൊക്കെയാണ്? ഭഗവാന്റെ ഖഡ്ഗം, സുദർശന ചക്രം, പിന്നെ എന്താണ്? ശംഖം. ശംഖം എന്താണ്? പാഞ്ചജന്യം. പിന്നെ അടുത്ത് പാഞ്ചജന്യം, എന്താണ്? ഗദ. ഗദ, എന്താണ്? കൗമോദകി, കൗമോദകി. കൗമോദകി, പിന്നെ എന്താണ്? വാള്. വാള് എന്താണ്? നന്ദകം, വാള്. വാള് തം നന്ദകം, നന്ദകം നാമ ഹരേ പ്രതീകം നന്ദകം, ഖഡ്ഗം സദാഹം ശരണം ഖഡ്ഗം, പ്രപദ്യേ. പിന്നെ അദ്ദേഹത്തിന്റെ വില്ലോ വില്ല്, ഭഗവാന്റെ ശാർഗം, സാർങ്ങം, സാർങ്ങായുധധാരി എന്നാണ് ശാർഗം. പറയുന്നത്. അങ്ങനെ 5 ആയുധങ്ങൾ. എല്ലാവർക്കും ഓർമ്മ നിൽക്കുമല്ലോ അല്ലെ? ഇല്ലാത്തവർ എഴുതിയിടുക. ഉണ്ട്. ഓക്കെ. സുദർശനം, പാഞ്ചജന്യം, കൗമോദകി, നന്ദകം, ശാർഗം. ആ, അത് തന്നെ. ഇതൊക്കെയാണ് സുദർശന ചക്രം, ഭഗവാന്റെ ചക്രം. പിന്നെ എന്താണ്? പാഞ്ചജന്യമാണ് ശംഖ. പാഞ്ചജന്യം, അതുപോലെ കൗമോദകി അദ്ദേഹത്തിന്റെ കൗമോദകി, ഗദ, ഗദയാണ്. നന്ദകം, വാള്, നന്ദകം എന്ന് പറഞ്ഞ ശാർഗം, വാള്, വില്ല്, ശാർഗം, വില്ല്. ശാർങ്ങം എന്ന് പറഞ്ഞ വില്ല്. അങ്ങനെ അതുകൊണ്ട് ശാർങ്ങധരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരുടെ പേര് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ഇതിൽ നിന്ന് വന്നതാണ്, ഭഗവാന്റെ പേരാണത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മള് ഓരോരുത്തർ ശങ്കൂതി. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇത് അർജുനൻ ഉടനെ തന്നെ ഭഗവാനോട് ആജ്ഞാപിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ആജ്ഞാപിക്കൊന്നുമല്ല. അവരെ ആദ്യം എന്താണ്? ശരിക്കും ബന്ധുക്കളാണ്, സമപ്രായക്കാരാണ്, പിന്നെ സുഹൃത്തുക്കളുമാണ്. അങ്ങനെ ആ സമപ്രായക്കാരും സുഹൃത്തും ആയതുകൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെട്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ആ തേര് കൊണ്ട് ഇരു സൈന്യങ്ങളുടെ മുൻപിൽ നിർത്തി. അപ്പൊ ആ എതിർപക്ഷത്ത് നിൽക്കുന്ന ഗുരുജനങ്ങളെയും പിതാമഹന്മാരെയും സുഹൃത്തുക്കളെയും സഖാക്കളെയും ബന്ധുക്കളെയും പുത്രന്മാരെയും പൗത്രന്മാരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന്റെ മനസ്സ് കരുണാർദ്രമായി അല്ലെ? അർജുനൻ അവിടെ തൊട്ട് വിലാപം സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് അർജുനന്റെ വിലാപം തുടങ്ങുന്നത്. അങ്ങനെ അർജുനന് ഓരോരുത്തർ കാരണങ്ങൾ പറയുവാണ്. അല്ലെ, ഇവരെയൊക്കെ വധിച്ചിട്ട് എനിക്ക് സ്വർഗം നേടിയിട്ട് എന്താണ് കാര്യം? അല്ലെ, വീരസ്വർഗം എന്ന് പറഞ്ഞൊരു സ്വർഗം കിട്ടുമല്ലോ അല്ലെ? യുദ്ധത്തില് മരണം, അത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ചിട്ട് നമ്മൾ കണ്ടല്ലേ? കുരു എന്ന രാജാവ് അവിടെ ഭരിച്ചിരുന്നത് കൊണ്ട് എന്താണ്? കുരുക്ഷേത്രം അല്ലെ? കുരു ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു. ഇവിടെ വെച്ചിട്ട് ആര് മരിക്കുവാണെന്നുണ്ടെങ്കിലും അവർക്ക് മോക്ഷപ്രാപ്തി ഉറപ്പാണെന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരു മോക്ഷം കിട്ടി, ഒരു സ്വർഗരാജ്യം അല്ലെങ്കിൽ വീരസ്വർഗം കിട്ടി. യുദ്ധത്തിൽ മരിച്ചിട്ട് എനിക്ക് കാര്യം ഇവരെയൊക്കെ വധിച്ചിട്ട് ഇവരുടെ രക്തം ഇവിടെ വീണിട്ട് വേണോ എനിക്ക് അങ്ങനെ ഒരു കീർത്തി കേട്ടിട്ട് എനിക്ക് രാജ്യം എന്തിനാ എന്നുള്ള അർജുനന്റെ ഒരു വിലാപമാണ് നടക്കുന്നത്. പിന്നെ അർജുനൻ പറയുന്നു, അങ്ങനെ എന്താണ് ഈ യുദ്ധം കൊണ്ട് എന്താണ്? പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറെ പേര് മരിക്കും, അതുപോലെ അവരുടെ എല്ലാം ഭാര്യമാര് വിധവകളാകും. അങ്ങനെ ആ വിധവകളായ അവരെന്താണ്? ആ സ്ത്രീകൾക്ക് പിന്നീട് ജീവിതമാർഗം ഇല്ലാതാകുമ്പോൾ അവർ പിന്നെ വ്യഭിചരിക്കാൻ തുടങ്ങും. അങ്ങനെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണസങ്കരം ഉണ്ടാകും. അങ്ങനെ എന്താണ്? പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മാറി മാറി വിവാഹം കഴിക്കുന്ന അതുകൊണ്ട് ഉണ്ടാകുന്ന പുത്രന്മാരെന്താണ്? നീചന്മാരും അധാർമികളും ആയിട്ടുള്ള പുത്രന്മാരുണ്ടാകും. അവരെന്താണ്? കുലം മുടിയാനായിട്ട് കാരണമാകും അല്ലെ? അപ്പൊ ഈ വർണ്ണസങ്കരം ഉണ്ടായി കുലം മുടിയാനായിട്ട് ഞാനൊരു കാരണമാകുമെന്ന് ചരിത്രം പിന്നെ എന്നെപ്പറ്റി അതിനു വേണ്ടിയിട്ട് പറയും.
അതുകൊണ്ട് ഇങ്ങനെ ഒരു പാപം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് എന്താണ് അർജുനന്റെ കയ്യിലുള്ള അമ്പും വില്ലും താഴെ വെച്ചു, അമ്പും വെച്ചിട്ട് വില്ലും തേരി വെച്ചു, അത് ഇരുന്നു. അപ്പൊ ഇനിയാണ് ശരിക്കും അമ്പും വില്ലും തേരിൽ വെച്ചു. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ന്യായം ഉന്നയിക്കാറുണ്ട് അല്ലേ? ഒരുപാട് ന്യായങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട്. എന്തൊക്കെ ന്യായങ്ങളാണ്? നമ്മൾ ഓരോന്നിനും നമ്മൾ അതിൻ്റെതായ റീസൺ പറയും. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ചിലർ പറയും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ സമയമില്ല. അത് എന്നെ പോലെയുള്ള എൻ്റെ സ്വഭാവമാണ് കേട്ടോ. എന്ത് ചോദിച്ചാൽ സമയമില്ല എന്ന് പറയും. അതുപോലെ തന്നെ ചിലർ പറയുകയാണെങ്കിൽ ചിലർ എന്താണ്, നാവ് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിലുള്ള ഒഴിവ് കഴിവുകൾ പറയുക, എന്തിനും ഒഴിവ് നമുക്ക് അതിനൊരു കഴിവുകൾ, എക്സ്ക്യൂസ് ഉണ്ടല്ലേ, എന്തിനും ഒഴിവ് കാരണങ്ങളുണ്ട്. കഴിവുകൾ പറയുക, അതെ, എന്തിനും നമ്മൾ കാരണങ്ങൾ ഒഴിവ് കണ്ടെത്തും. കഴിവുകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ തന്നെ അതിന്റെ സൊല്യൂഷനും കണ്ടെത്തി പറയും. നമ്മൾ ഭയങ്കര വിവരമുള്ളവരെ പോലെ സംസാരിക്കും. അപ്പോൾ അർജുനനും അതുപോലെ ഭയങ്കര വിവരമുള്ള ആളെ പോലെ, അർജുനൻ മഹാപണ്ഡിതനാണെന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ സംഭാഷണങ്ങളെല്ലാം നടന്നത്. അപ്പം അർജുനൻ പറഞ്ഞു കഴിഞ്ഞുള്ള ഈ പദവിയും കുലവും ഇതൊക്കെ എവിടെ നിന്നുണ്ടായി, ഇതിന്റെയൊക്കെ യാഥാർത്ഥികത, ഇതൊക്കെയാണ് ഭഗവാൻ ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. കുലക്ഷയവും കുലവും ധർമ്മവും ഇതെല്ലാം. ധർമ്മം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ എന്താണ്? ഇതൊക്കെയാണ്. എന്നാ പറഞ്ഞു എന്നോട്? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം. ഹരേ കൃഷ്ണ. ഞാൻ പറയാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണ്. കാര്യം ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്നു. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ഒരുപാട് വിവരമില്ലെങ്കിൽ കൂടി ജ്ഞാനിയാണെന്ന് നമ്മൾ നിരൂപിച്ചിട്ട് നമ്മളുടെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരവും ഇതുകൊണ്ടാണ് എൻ്റെ ദുഃഖത്തിന് കാരണം, ഇത് ഇന്നതാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വൈദ്യം, അതായത് സ്വയം വൈദ്യനാകുക എന്നുള്ള കാര്യമില്ലേ, നമ്മൾ തന്നെ ചികിത്സ നിർദ്ദേശിക്കുക. നമ്മളുടെ രോഗം എന്നാന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച്, ഇത് നമുക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലോ, നമ്മളുടെ തന്നെ രോഗം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ തന്നെ ചികിത്സ നടത്തുക. എത്ര പേര് അങ്ങനെയുണ്ട്? ഒന്ന് കൈപോക്കാമോ? എത്ര പേര് നമ്മളുടെ തന്നെ അസുഖത്തിന് നമ്മൾ ഇതാണ് അസുഖം എന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളെ രോഗം ഭേദമാക്കുന്നത്? നിങ്ങൾ ആരും ഇല്ല. എന്തായാലും നല്ല ജീവാത്മാക്കളാണ് നിങ്ങൾ എല്ലാവരും. കൃഷ്ണ, കുഴപ്പമില്ല. ഓക്കെ, ഗീതാ മാതാജി, ഹരേ കൃഷ്ണ. ഒരാളെങ്കിലും സമ്മതിച്ചു. അപ്പൊ ഈഗോ ഇല്ലെന്ന് എന്റെ അർത്ഥം. വരലക്ഷ്മി ഉണ്ടോ? വരലക്ഷ്മി അങ്ങനെ സ്വന്തമായിട്ട് വൈദ്യമൊക്കെ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ ചെയ്യുമായിരുന്നു പണ്ട്, ഇപ്പൊ ചെയ്യല, പേടിയായി. പണ്ട് സ്വയം ചികിത്സയായിരുന്നു. സ്വയം ചികിത്സ സ്വയം നമ്മൾ തന്നെ. ചികിത്സിച്ച് ഇതേപോലെ ഹരേ കൃഷ്ണ, മറ്റുള്ളവരെയും കൂടെ വരലക്ഷ്മി പറഞ്ഞോളൂ. എവിടെയായിരുന്നു? കാണാനില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? പഠിക്കുമായിരുന്നായിരിക്കും അല്ലേ? നല്ല കുട്ടി. ഓക്കെ, ഭഗവത്ഗീത ഇടയ്ക്ക് വിവിധ നോക്കണം കേട്ടോ. മേഖലകളിൽ, വരലക്ഷ്മി വിവിധ മേഖലകളിലാ. വിവിധ മേഖലകളിലാണല്ലേ മിടുക്കി കുട്ടി. ഓക്കെ, ഇടയ്ക്ക് വന്ന് നമുക്കൊരു ക്ലാസ് ഒക്കെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളെ, മല്ലപ്പള്ളി ക്ഷേത്രത്തിലെ കുട്ടികളെ എങ്കിലും എടുത്താൽ മതി. മുത്തശ്ശിയോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കണം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ എന്താണ്, നമ്മൾ ഈ മുറി വൈദ്യം ആപത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ? ഈ മുറി വൈദ്യം, ഇപ്പം അർജുനൻ ഈ മുറി വൈദ്യം കണ്ട് അർജുനൻ തന്നെ ചികിത്സിച്ചിട്ട് യുദ്ധം ചെയ്യാതെ മടങ്ങി പോരുവായിരുന്നതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശരിക്കും ഭഗവാൻ ഒരിക്കലും യുദ്ധം ചെയ്യാനായിട്ട് അല്ല പറയുന്നത് അല്ലേ? ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ള നമ്മളുടെ ഈ ഭൗതികതയിൽ താമസിക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാരൊക്കെ ഗീത എന്താണ്, ഒരു കൊലപാതകം ഉപദേശിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഭഗവത്ഗീതയെ പറ്റി അങ്ങനെ പറഞ്ഞ് ആക്ഷേപങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു ഗീത ഒരു നമ്മളുടെ നിയതകർമ്മം എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്തവ്യം ചെയ്യുക എന്നുള്ളതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ? കൊലപാതകം എന്ന് അതിനെ നമ്മൾ ഉദ്ദേശിച്ച് അതിനെ ചെറുതാക്കി കാണാനായിട്ട് പാടില്ല. കാര്യം അർജുനന്റെ ആ ഒരു കർത്തവ്യം എന്താണ്? അർജുനൻ ഒരു ക്ഷത്രിയനാണ് അല്ലെ? ക്ഷത്രിയന്റെ കടമ എന്താണ്? രാജ്യരക്ഷ. അതുപോലെ തന്നെ നമ്മളിപ്പം അതിർത്തിയിൽ നിൽക്കുന്ന, പാകിസ്ഥാന്റെ ഒക്കെ അതിർത്തിയിൽ നിൽക്കുന്ന, അതിർത്തി സംരക്ഷിക്കാൻ നിൽക്കുന്ന പട്ടാളക്കാര് ഒരു കൊലപാതകം എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമിക്കാൻ വരുന്നവരെക്കെതിരെ ഓടി ഒളിക്കുകയാണോ വേണ്ടത്? അതായത് ഒളിച്ച് ഇരിക്കുകയാണോ ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യുകയാണോ ചെയ്യേണ്ടത്?
എനിക്ക് മരണം സംഭവിക്കുന്നു വിചാരിച്ച് അവർ യുദ്ധം ചെയ്തായിരുന്നുള്ള അവസ്ഥ എന്താവും? നമ്മൾക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കാണ്ട് പറ്റുമോ? അത് തന്നെയാണ് അർജുനനോട് ചെയ്യാനായിട്ട് ഭഗവാൻ പറഞ്ഞത് അല്ലെ. നീ നിന്റെ മനസ്സിൽ ആലോചിച്ചിട്ട് നീ ചെയ്യൂ, നല്ലതെന്താണ് ചെയ്യേണ്ടത്. നീ യുദ്ധം ചെയ്താൽ ഇതായിരിക്കും നിന്റെ ഫലം, യുദ്ധം ചെയ്തില്ലെങ്കിൽ ഇതാണ് ഫലം. നീ ഒരു ഭീരുവായിട്ട് നീ താഴ്ത്തപ്പെടും. നിനക്ക് വീരസ്വർഗം പോലും കിട്ടത്തില്ല, നിനക്ക് സ്വർഗമോ നരകോ പ്രാപ്തിയോ പോലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇനി പറയാൻ തുടങ്ങുന്നത് അടുത്ത ചാപ്റ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും അല്ലെ. അപ്പൊ നീ നിന്റെ നിയത കർമ്മം ചെയ്യൂ, നിന്നിൽ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും തരണം ചെയ്യുന്നതാണ്. ഈ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തന്നെ സ്വയമേവ അതിന് ചികിത്സ നിർദ്ദേശിക്കുന്ന ആള്, നമ്മൾ തന്നെ വലിയ ജ്ഞാനിയാണെന്ന് നടിച്ചിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജ്ഞാനിയാണ്, നമ്മളുടെ വിവരവും അറിവും PhD എല്ലാം എടുത്ത് മാറ്റി അങ്ങ് വെച്ചേക്കുക. ഓക്കെ, നമ്മളുടെ പൊസിഷൻ, ഞാൻ എഞ്ചിനീയർ ആണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ അതാണ് ഇതാണ്, ഞാൻ ഇന്ന കുലത്തിൽ പിറന്ന ആളാണ്, ഞാൻ ഇന്ന വർണ്ണത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഭാവം എല്ലാം എടുത്ത് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ശരിക്കും ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഭാവത്തിൽ തന്നെ നമ്മൾ എത്ര പ്രായമുണ്ടെന്നും നമ്മൾ എത്ര ക്ലാസ്സുകൾ കേട്ടു. മിക്കവാറും പേര് 5-6 ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ്. എത്ര ക്ലാസ് കേട്ട് കഴിഞ്ഞാലും നമ്മൾ ആ സ്റ്റുഡൻസിന്റെ ആ ഒരു ഭാവത്തിൽ തന്നെ ഇരിക്കണം. എനിക്കിതെല്ലാം അറിയാവുന്ന ഭാവത്തിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. കാര്യം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത നമുക്ക് നേരെ മനസ്സിലാകത്തില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചെറിയ അഹങ്കാരം എങ്കിലും ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അത് മനസ്സിലാകത്തില്ല ഭഗവത്ഗീത, അത് ഉറപ്പാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് വള്ളത്തിൽ കാലി വെക്കരുത്. ഒരുപാട് വള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവസാനം നടുക്കടലിൽ പോകും അല്ലെ, പല വള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആ പറയുന്നതിന്റെ ശരിയായിട്ടുള്ള തത്വം മനസ്സിലാക്കി നമ്മൾ അത് ആചരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇതെല്ലാം കേട്ടു, നമുക്ക് ഇതെല്ലാം അറിയാവുന്ന 10 പേരോട് പറഞ്ഞു നടക്കുന്നില്ല കാര്യം, നമ്മൾ ആചരിച്ച് കാണിക്കണം. നമ്മളുടെ എളിമ അല്ലെ, ഭഗവത്ഗീത ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എളിമ ഉണ്ടായിരിക്കണം. നമ്മളെ അറിവിന്റെ ഭണ്ഡാരമായി ചിലപ്പോൾ ഒരുപക്ഷെ മാറിയേക്കാം, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയാവുന്ന ഒരു വിചാരം പോലും ഉള്ളതായിട്ട് നടിക്കാനായിട്ട് നമ്മൾ പാടില്ല. അതാണ് എളിമ. നമ്മൾ വലിയ വലിയ ആചാര്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ എളിമ അവരെത്ര രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഒരു ഡിവോട്ടിയോട് അവര് സംസാരിക്കുന്നതും മറുപടി പറയുന്നതും ഒക്കെ എത്ര ലാഘവത്തോടു കൂടി ആയിരിക്കണം. അപ്പൊ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെയിനായിട്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിക്കും തിരക്കും തിടുക്കം ഒന്നും നമുക്ക് ഉണ്ടാകില്ല എന്നാണ്. നമ്മൾ എപ്പോഴും ആ ഒരു സൗമ്യ മനസ്സിൽ നമ്മൾ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുക, മറ്റൊരാൾക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തും. നമ്മൾ എന്തായാലും ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ്, ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒന്നും നടക്കത്തില്ല. ഭഗവാനാണ് സർവ്വതും, എല്ലാം നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എളിമ, നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു ആകാംക്ഷയോ അങ്ങനത്തെ എടുത്തുചാട്ടോ അങ്ങനത്തെ ഒരു കാര്യമില്ല. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ ആദികൾ നമ്മളുടെ മനസ്സിൽ നിന്ന് പാടെ വിട്ടുമാറും ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. നമുക്കെന്താണ് ഒരു പ്രത്യേക ഒരു വിഭവത്തിനോട് ഒരു തീറ്റപ്പണ്ടാരായിട്ടുള്ള നമ്മളെ ആൾക്കാർ ഈ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊന്നും ഒരു ആർത്തി ഉണ്ടാകത്തില്ല. നമുക്ക് ഓക്കെ, എനിക്കുള്ള ഭക്ഷണം എനിക്ക് അവിടെ കണ്ടേക്കും. ഭഗവാൻ കയറിയ ദൈവം അതിനുള്ള വഴി കാണിച്ചു തരും. പക്ഷി മൃഗാദികളും ഈ കടത്തിനെ കഴിക്കുന്ന ആൾക്കാരും വഴികട അളിഞ്ഞിരിക്കുന്ന പട്ടി മൃഗങ്ങളും ഒക്കെ അവരെന്താണ് എല്ലാവരും നമ്മൾ കഴിയുന്ന ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവർക്കൊക്കെ ഭഗവാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ, അവർക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷികൾ പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? നാളെ മഴ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് പേടിയുണ്ടോ? ഇല്ല. മൃഗങ്ങൾക്ക് പേടിയുണ്ടോ? അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ അല്ലെങ്കിൽ പ്രകൃതി അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദുഃഖത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ നാളെ എന്താവും, നാളെ എന്നെ ആരെങ്കിലും നോക്കുമോ, നാളെ എന്റെ അവസ്ഥ എന്താവും, നാളെ ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഈ ലോണൊക്കെ എങ്ങനെ വീട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു വിചാരത്തിന്റെ ആവശ്യമില്ല. നമ്മൾ അതെല്ലാം ഭഗവത്ഗീത ക്ലാസ്സുകൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ മിഥ്യാഹങ്കാരങ്ങൾ, ഈ മിഥ്യയാണല്ലോ അതല്ലേ, നമ്മളുടെ പൊസിഷൻ, നമ്മളുടെ പദവി, നമ്മളുടെ എന്താണ് ആകാംക്ഷ, എല്ലാത്തിനും ആകാംക്ഷ അല്ല, എല്ലാത്തിനും തിക്കും തിരക്കും, ഇങ്ങനെയൊക്കെ ഉള്ളത് മാറിയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുക, മറ്റൊരാളെ നമ്മൾ ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. എത്ര ബോട്ടം ലെവലിൽ ഇറങ്ങി ചെന്ന് മറ്റൊരാളെ നമ്മൾ ബഹുമാനിക്കുക, അവർക്കൊരു അവസരം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, പൂർണ്ണമായിട്ട് മനസ്സോടുകൂടി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പരസ്പരം ഒരു എക്സ്ചേഞ്ച് അതുണ്ടാകും. തീർച്ചയായിട്ടും ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന മാറ്റം പരസ്പരം ഒരു എക്സ്ചേഞ്ച്, ആ ഒരു ഷെയറിങ്, ആ ഒരു എളിമ, ലാളിത്യം,
ഇങ്ങനെയുള്ള പല ആ, കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാകും ഭഗവത്ഗീത പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ് ഈ ഭഗവത്ഗീത, ആ ഒരു ഗീതാമൃത രസം നമ്മൾ നുകരണം. അത് നമ്മൾ നുകരണമെങ്കിൽ എന്താണ്, നമ്മള് ഇപ്പം ഈ 1ാമത്തെ ചാപ്റ്റർ വായിച്ചില്ലേ, ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നാട്ടിലൊക്കെ, എനിക്കറിയാം വിലാസിനി മാതാജി പോലുള്ള മാതാജിമാരൊക്കെ ഇങ്ങനെ മൈക്രോസോഫ്റ്റ് ടീംസിലോ അങ്ങനെ എങ്ങാണ്ട് ഇതില് ഭാഗവതം വായിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ രാമായണം വായിച്ചു നേരത്തെ. അതുപോലെ എനിക്ക് ഇവിടെ ഇരുന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് അത് ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങൾ ശ്ലോകങ്ങൾ നിരന്തരം വായിക്കണം. നമ്മൾ വീട്ടിലിരുന്നാലോ നമ്മൾ വായിക്കത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെത്താനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തന്നെ ഒരു മൈക്രോസോഫ്റ്റ് ടീംസ് ഒക്കെ വെച്ചിട്ട് ഭഗവത്ഗീത പാരായണം സ്റ്റാർട്ട് ചെയ്യണം. വായിച്ചിട്ട് അതിന്റെ വിവർത്തനമെങ്കിലും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. 1-ാം അധ്യായം ഒരു 2 ദിവസം കൊണ്ടോ ഒരു അരമണിക്കൂർ മതി. അതിൽ കൂടുതലായി എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ പണികളൊക്കെയുള്ള ഒരു മൈക്രോസോഫ്റ്റ് ടീംസിൽ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് അത് ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും ഒരാളെ ലീഡ് ചെയ്തിട്ട് വായിക്കണം പകൽ സമയങ്ങളിൽ. 2 പേര് കയറിയുള്ള അത്രയും മതി, 3 പേര് കയറിയെങ്കിൽ അത്രയും മതി. അങ്ങനെ വായിച്ച് ഈ ശ്ലോകമായിട്ടൊക്കെ നിരന്തരം നമ്മൾ സമ്പർക്കം ഉണ്ടായി. അതെല്ലാം നമ്മൾ ഇന്ന അധ്യായത്തിലെ ഇത്രാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഇത് കഴിയുമ്പോൾ. മനസ്സിലായില്ലേ? നമ്മൾ ഈ പ്രശ്നോത്തരിയൊക്കെ ഇടുന്നതിന്റെ ഉദ്ദേശവും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ആചാര്യന്മാരെ കൊണ്ടൊക്കെ ഒന്ന് ക്ലാസ് എടുപ്പിക്കുന്നതും നമ്മൾ ഈ റിവിഷനും ഒക്കെ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അർജുനൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാൻ ഇത് പറയുന്നു, അല്ലെ എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഭഗവാൻ ഇന്ന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഭഗവത്ഗീതയോട് ശരിക്കും എന്താണ് അടുത്ത് കഴിയുന്നത്. നമ്മൾ ആ ശ്ലോകം നമ്പർ വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് കർമ്മയോഗത്തിൽ അല്ലെങ്കിൽ കർമ്മകാണ്ഡായിൽ അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ അല്ലെങ്കിൽ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ ഇത്രാമത്തെ ശ്ലോകത്തിൽ പറയുന്നു 8.5 എന്താണ്, അന്ത്യകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളേവരം. അന്ത്യകാലത്ത് നമ്മൾ എന്താണ് ഭഗവാനെ വിചാരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ ഭഗവാന്റെ കൂടെ ജീവിക്കുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ആ ശ്ലോകം ഇതാണ്. അങ്ങനെ ഓരോ അധ്യായമായിട്ട് പരമപദ പ്രാപ്തി എന്ന് പറയുന്ന അതിനകത്താണ് ഭഗവാൻ ഇത് പറയുന്നത് അല്ലെ. വേറെ അതിൽ തന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നു, യം യം വ്യാവി സ്മരൻ ഭാവം തെജത്യന്തേ കളയവരം തം തമേവൈതി കൗന്ദയ തഥാ തത്പാവ ഭാവിത എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു ശ്ലോകം പറയുന്നുണ്ട് അല്ലെ. അന്ത്യകാലത്ത് നിങ്ങൾ ആരെ വിചാരിക്കുന്നു നിങ്ങൾ അതായി മാറും അല്ലെ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേരുടെ കഥ പറഞ്ഞല്ലേ. നമ്മള് കുറെ ഒരു വേട്ടാളൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ കഥയൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഭരതമുനിയുടെ കാര്യം നമ്മൾ ഭരതമുനിയുടെ കാര്യം പറഞ്ഞല്ലേ. ഭരത മഹാരാജാവിന്റെ, ഭാരതം ഭരിച്ച ഭരത മഹാരാജാവിന്റെ കഥ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലെ? ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഭരത മഹാരാജാവ് എന്താണ്? അദ്ദേഹം മാൻകുഞ്ഞിനെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹം വളർത്തിയ മാൻകുഞ്ഞിനെ സ്മരിച്ചുകൊണ്ട് ജീവിതം കഴിഞ്ഞു. അപ്പോഴും മാൻകുഞ്ഞായി തീർന്നു, അടുത്ത ജന്മം മാൻകുഞ്ഞായി തീർന്നു. അതെ, മാതാജിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ട്? ഭരത മഹാരാജാവിന്റെ എന്താണ് അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോകുമായിരുന്നു അല്ലെ. വാനപ്രസ്ഥ സന്യാസം അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് നേരെ പോകാൻ 1000 വർഷം ഭാരതം ഭരിച്ചിട്ട് അദ്ദേഹം ഒരുപാട് കീർത്തികളും ഒരുപാട് അശ്വമേധയാഗം ഒക്കെ നടത്തി. ഇനിയിപ്പോ എന്താണ് സ്വസ്ഥമായിട്ട് കുടുംബം രാജ്യം എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം വനത്തിൽ തപസ്സിനായിട്ട് വന്നിരുന്നു. അപ്പൊ എന്താണ് ഒരു മഹാപ്രളയം ഉണ്ടായി. മഹാപ്രളയം പോലെ തോന്നിച്ചു, മഹാപ്രളയം അല്ലെങ്കിലും ഉണ്ടായ സമയത്ത് എന്താണ് ഒരു മാൻകുട്ടി, ഒരു മാൻ പ്രസവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസവിച്ച സമയത്ത് ആ മാൻകുട്ടിയും അതിന്റെ അമ്മയും കൂടി വെള്ളം എടുത്തുകൊണ്ട് പോയി. മാൻ തള്ളമാനെ വെള്ളത്തിൽ പെട്ട് മരിച്ചുപോയി. അപ്പം ഈ ഭരത മഹാരാജ് ഓടിച്ചെന്നിട്ട് ഈ കുട്ടിയെ അങ്ങ് രക്ഷപ്പെടുത്തി. അങ്ങനെ ആ കുട്ടി വളരുന്നത് നോക്കി കുട്ടിയെ വളർത്തി, കുട്ടിക്ക് പാല് കൊടുത്തു. സിംഹം അതുപോലെയുള്ള ക്രൂര ജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കാറായ സമയത്ത് എന്താണ്, ഈ മാൻകുട്ടിയെ ആര് നോക്കും, ഇനി മാൻകുട്ടി എന്ത് ചെയ്യും, അത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ മരണം അടഞ്ഞത് കൊണ്ട് അദ്ദേഹം എന്താണ് പിറ്റേ ജന്മത്തിൽ മാനായിട്ട് പിറന്നു. മാനായിട്ട് പിറന്നിട്ട് ആ മാനിന് എന്താണ്, അദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ. അപ്പൊ മാനിന് സാധാരണഗതിയിലുള്ള ഒരു മാനായിട്ടല്ല അദ്ദേഹം പിറന്നത്. എന്താണ്, അതീന്ദ്രിയ ജ്ഞാനമുള്ള മാനായിട്ടാണ്. നല്ല ഓർമ്മയോടുകൂടി അത് ആശ്രമ പരിസരത്ത് മറ്റുള്ള ക്രൂരമൃഗങ്ങളുടെ അടുക്ക പോകാതെ അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കിയിട്ട്
അദ്ദേഹം പിന്നെ ജഡഭരതനായിട്ട് പിറന്നു. ജഡഭരതനായിട്ട് അദ്ദേഹം എന്താണ്, അച്ഛനമ്മമാരും എല്ലാവരും അദ്ദേഹത്തെ വെറുത്തു. കാര്യം എന്താണ്, ഇദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കത്തില്ല. ഒരാളോട് മോശമായിട്ടൊരു മിക്കവാറും സംസാരിക്കാറേ ഇല്ല. സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നാവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, ആർക്കെങ്കിലും ഒരു വൈഷ്ണവപരാധം ഉണ്ടാക്കി വെക്കും അല്ലെ. നാവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും കുറ്റം പറയാതിരിക്കത്തില്ല. ഇതാണ് നമ്മളുടെ ഇത്. നമ്മൾ ഒരാളുടെ കുറ്റം പറഞ്ഞ് എന്താണ്, അയാളുടെ കർമ്മഫലങ്ങളെ കൂടി നമ്മൾ ഫ്രീ ആയിട്ട് ഏറ്റെടുത്ത് വാങ്ങുകയാണ്. നമുക്ക് പറ്റത്തില്ല. ഞാനും അതെ, നാവ് എടുത്തു കഴിഞ്ഞാൽ 10 പേരുടെ കുറ്റം ഞാനും പറയും. നിങ്ങൾ പറയില്ല എന്നല്ല, ഞാനും അങ്ങനെ പറയും. ഒന്നുകിൽ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ കുറ്റം പറയും അല്ലെ. പക്ഷെ അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അവർക്ക് എന്താണ് നല്ലതാണ്. നമ്മൾ ഒരാളെ പറ്റി ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി 10 കുറ്റം നമ്മൾ വൈഷ്ണവരായിട്ടുള്ള ഒരാൾ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അയാൾ എത്രയോ ഭാഗ്യവാനുണ്ടല്ലേ. അയാളുടെ ആ കർമ്മദോഷം, ഈ 10 കർമ്മദോഷം നമ്മൾ ഫ്രീ ആയിട്ട് ഏറ്റെടുത്തു. നിങ്ങൾ വിചാരിക്കുന്നു അയാൾ അതിന് മാത്രം യോഗ്യതയുള്ള ആളാണോ എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ല, നിങ്ങൾ അത് വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ് ഇത്, ജഡഭരതൻ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മുഴുവൻ പറയാനുള്ള സമയമില്ല, നിർത്തുകയാണ്. അപ്പം ജഡഭരതൻ ഇങ്ങനെ പോയ സമയത്ത് മറ്റേ കുറച്ച് കാളി ഭക്തരൊക്കെ അന്ന് ഇങ്ങനെ ഈ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു, എന്നാ ബലി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ബലി കൊടുക്കാനായിട്ട് ഇദ്ദേഹം ഫ്രീ ആയിട്ട് തയ്യാറായി. ഇദ്ദേഹത്തിനെ പിടിച്ചു. ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, കാര്യം എങ്ങനെയാലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണം അല്ലെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇത്. അത് നമുക്ക് തന്നെ ജീവിതം ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്താണ്, ഞാൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കുടുങ്ങും. എന്തായാലും കർമ്മം ചെയ്യുക, ആരെപ്പറ്റിയും മോശമായി വിചാരിച്ച ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആ ഉറുമ്പിനൊരു എന്താണ് അവസരം കൊടുക്കണം അല്ലെ, നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പോലും നമുക്ക് ജന്മങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കാതെ എന്ത് ചെയ്തു, ഈ പറയുന്ന ജഡഭരതൻ എന്നെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി. ഈ കാളിദേവിയുടെ ഭക്തര് അങ്ങനെ കാളിദേവിക്ക് വേണ്ടി ബലി കൊടുക്കാണ്ട് ഒരുങ്ങുന്നു. ജഡഭരതൻ വളരെ സന്തോഷപൂർവ്വം തലയൊക്കെ കുനിച്ച് വെട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് വെട്ട് വീഴും, എനിക്ക് ഇനി ഭഗവാന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ ആ വെട്ടാൻ ഒരുങ്ങിയ സമയത്ത്, മന്ത്രം ചെയ്ത് വെട്ടാൻ ഒരുങ്ങിയ സമയത്ത് ഭദ്രകാളി എന്ത് ചെയ്തു, നട തുറന്ന് വിഗ്രഹത്തിൽ നിന്ന് ഭദ്രകാളി പുറത്തു വന്നിട്ട് ആ വാള് മേടിച്ചിട്ട് ഭദ്രകാളിയുടെ ഭക്തരെ തന്നെ തത്സമയം വെട്ടിക്കൊന്നു ഭദ്രകാളി. എന്നിട്ട് ഭദ്രകാളി വൈഷ്ണവനായിട്ട് ഒരാളെ ആദ്യമായിട്ടാണ് ദേവി കാണുന്നത്. ദേവി ആ വൈഷ്ണവ ഭക്തനോട് എന്താണ്, ഭഗവാന്റെ ഭക്തനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ക്ഷമയാചിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ പിന്നീട് പോയപ്പോഴാണ് ഒരു രാജാവിനെ കാണുന്നു. രാജാവ് അദ്ദേഹത്തിന്റെ പല്ലക്ക് ചുമപ്പിക്കുകയും ഇദ്ദേഹത്തിനെ കൊണ്ട്, അപ്പൊ ഇദ്ദേഹം ഉറുമ്പുകളൊന്നും ചവിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാജാവിന് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ രാജാവ് താഴെ ഇറങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് പറയുന്ന സംസാരം, മറുപടിയൊക്കെ പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി. അങ്ങനെ രാജാവിന് കുറെ തത്വോപദേശങ്ങളൊക്കെ കൊടുക്കുന്നതും അങ്ങനെയാണ് ജഡഭരതന്റെ കഥ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ വേട്ടാളൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതോടെ പറഞ്ഞിട്ട് വേഗം നിർത്താം. ഓക്കെ, അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. അപ്പം ഒരു പുഴുവിനെ പിടിച്ചുകൊണ്ട് അത് തന്നെ വിലാസിനി മാതാജിക്ക് ഓർമ്മയുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേഗം പറയാം. അപ്പൊ ഈ വേട്ടാളൻ എന്ന് പറഞ്ഞ ജീവി നമ്മളുടെയൊക്കെ വീടുകളിലുണ്ട്. ചിലർ വേട്ടാവളി എന്ന് പറയും, ചിലർ വേട്ടാളൻ എന്ന് പറയും. എന്താണെന്ന് അറിയത്തില്ല, ഓരോ പ്രദേശത്തും ഓരോരോ പേരായിരിക്കും. ആ ജീവിയെ നമ്മൾ കാണും, നമ്മൾ ജനലിലും ഒരു ശകലം ജനലിലും കതകിലും ഒക്കെ ഇങ്ങനെ മണ്ണ് കൊണ്ട് പുറ്റുണ്ടാക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ട് അത് ഒരുപാട് സുഷിരങ്ങൾ, ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വന്ന് കയറിയിരിക്കും. അങ്ങനെ പോകുന്ന ഒരു ജീവിയെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ മിക്കവാറും ജനലിൽ ഇങ്ങനെ മൺപുറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ എപ്പോഴും മൂളിപ്പാട്ട് പോലെ പാടി ഒരു ജീവി വരികയും പോവുകയും ചെയ്യും. അതാണ് വേട്ടാളൻ. ഒരു പ്രാണി, ഒരു ഷഡ്പദമാണ് അല്ലെ. ഈ ഒരു ജീവി മുട്ടയിടുകയോ പ്രസവിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ജീവിയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ പ്രത്യുൽപാദനം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആ ജീവി എന്താണ് ചെയ്യുന്നത്? ഈ ചിത്രശലഭത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രാണികളുടെയോ ഒക്കെ അതെന്താണ്, പുഴുവാകും. പിന്നെ പുഴു പ്യൂപ്പയാകും. എന്നിട്ട് അതിൽ നിന്നാണ് എന്താണ് ഈ ഒന്നുകിൽ ചിത്രശലഭം ആകുന്നതല്ലേ തുമ്പിയാകുന്നത്. ഏതെങ്കിലും ഒരു പുഴുവാണല്ലോ ഈച്ചയായിട്ട് മാറുന്നതൊക്കെ. ആദ്യം ഈച്ചയ്ക്ക് ഒരു പുഴുവുണ്ട്. പുഴുവായിട്ട് ആ പുഴുവാണ് പിന്നെ പരിണാമം സംഭവിച്ചിട്ട് ഈ ഈച്ചയായിട്ട് മാറുന്നത്. അതുപോലെ ഈ ഒരു ജീവി ആദ്യം എങ്ങനെ ഉണ്ടായെന്ന് മാത്രം ചോദിക്കരുത്.
മാവാണോ മാങ്ങാണ്ടിയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്നത്, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നത്. അത് മാത്രം ചോദിച്ച് വിഷമിപ്പിക്കരുത് എന്നെ ആരും. അപ്പം ഈ ഒരു ജീവി ആദ്യം ഉണ്ടായി അല്ലെങ്കിൽ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ആ ജീവി എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു പുഴുവിനെ പോയി എടുക്കും. ആദ്യം ഇതെന്ത് ചെയ്യും? ഇത് പോയി മണ്ണൊക്കെ ഭക്ഷിക്കും. മണ്ണൊക്കെ ഭക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? അത് അതിന്റെ ശരീരം തന്നെ വിസർജിച്ചിട്ട് വെച്ചിട്ട് അതും കൊണ്ട് ഒരു കൂടുണ്ടാക്കും. കൂടുണ്ടാക്കിയിട്ട് അത് നീളത്തിലൊരു സുഷിരവും അതിന് മേളില് ചെറിയ ചെറിയ വേറെ സുഷിരങ്ങളും ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഈ ഒരു പുഴുവിനെ എവിടെന്നെങ്കിലും പോയി ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ജീവിയുടെ പുഴുവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഈ ഹോളിൽ കൂടെ ചെറിയ ദ്വാരമുള്ള നീളമുള്ള സുഷിരത്തിലേക്ക് തള്ളിക്കയറ്റും. തള്ളിക്കയറ്റി ഇദ്ദേഹം ആ കൊമ്പ് കൊണ്ട് കുത്തി കുത്തി ഉപദ്രവിച്ച് കഴിയുമ്പോഴത്തേനും ഈ പുഴു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് ഫിറ്റ് ആയിട്ട് പോയി എന്ത് ചെയ്യും? ആ ഒരു ദ്വാരത്തിൽ അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദ്വാരത്തിന്റെ രണ്ടെൻഡും ഈ പറയുന്ന ഇത് വിസർജ്യം കൊണ്ട് തന്നെ ഇത് അടയ്ക്കും. അടച്ചിട്ട് എന്ത് ചെയ്തു? ആ ഈ പറയുന്ന മൺകൂനയുടെ മുകളിൽ ഉണ്ടാക്കി ഓരോ സുഷിരത്തിലും പോയി ഇത് പോയി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഓരോ കുത്തി കുത്തി ഈ പുഴുവിനെ ദ്രോഹിക്കും. അപ്പൊ ഈ പുഴുവിനെ ഏത് സമയം ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഇത് എര തേടാൻ പോകും. എര തേടിയിട്ട് വന്നിട്ട് വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ ഓരോ ഹോളിക്കടയും പോയിട്ട് ദ്രോഹിക്കും. അപ്പൊ ഈ പുഴുവിന്റെ വിചാരം എന്താണ്? ഈ വേട്ടാളൻ എന്ന് പറയുന്ന ആ ഒരു ജീവി ഇപ്പം വന്നിട്ട് എന്നെ ആക്രമിക്കും, ഈ വേട്ടാളൻ വന്നിട്ട് എന്നെ ഉപദ്രവിക്കും, വേട്ടാളൻ ഇപ്പം വരുമല്ലോ, എനിക്കിപ്പോ വേദന സഹിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ പുഴുവിനും അവബോധമുണ്ട്. ഏതൊരു ജീവിക്കും അതിൻ്റെതായ അവബോധമുണ്ട്. അപ്പൊ ഈ പുഴു അങ്ങനെ ഓരോ സമയത്തും ഇതിന്റെ അവബോധത്തിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം വേട്ടാളം വരും, എനിക്ക് വേദന സഹിക്കേണ്ടി വരും, എന്നെ ഉപദ്രവിക്കും. ഇപ്പം വേട്ടാളം വരും, എന്നെ ഉപദ്രവിക്കും. അപ്പൊ വേട്ടാളന്റെ രൂപവും ഭാവവും അതിന്റെ ഒരു ശരീരവും തന്നെയാണ് ഈ ജീവിയുടെ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഈ വേദന സഹിച്ചുകൊണ്ട് ഈ ഒരു ജീവിയെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവബോധത്തിൽ ഈ വേട്ടാളനായി അവസാനം എന്താണ്? ചിറകും കൊമ്പും കാലുകളും ഒക്കെ വന്നിട്ട് ഇതൊരു വേട്ടാളനായിട്ട് ആ ഹോളിലെ ദ്വാരം പൊട്ടിച്ചിട്ട് അത് പുറത്തേക്ക് പറന്നു വരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നിരന്തരം നമ്മള് ഒരാളെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ അതായി മാറുമെന്നാണ് ശാസ്ത്രങ്ങൾ നമ്മൾ ഒരിതുണ്ടല്ലോ ഒരുത്തനെ തന്നെ നനച്ചിരുന്ന വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് നിരന്തരം ഭഗവാന്റെ നാമം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മള് ഭഗവാനായി മാറുകയല്ല ചെയ്യുന്നത്, ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരും. അല്ലെ? നമ്മൾ ഭഗവാനായി മാറുന്നത് എവിടെയാണ്? വൈകുണ്ഠലോകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭഗവാന്റെ രൂപത്തിൽ നമ്മൾ 4 കൈകൾ ഭഗവാനെ പോലെ ചതുർബാഹുക്കളായി മാറും. ഭഗവാൻ വൈകുണ്ഠനാഥൻ എന്താണ്? 4 കൈകളുള്ള രൂപത്തിലേക്ക് വൈകുണ്ഠവാസികൾക്കൊക്കെ ചതുർഭുജ നാരായണ രൂപമാണ് കിട്ടുന്നത്. അല്ലെ? വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. വൈകുണ്ഠത്തിലേക്കാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ രൂപമായി മാറും. ഗോലോകത്തിലേക്കാണെങ്കിൽ ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ദാസനായിട്ട് നമുക്ക് അവിടെ കൂടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം ഹരിനാമം മാത്രമാണ് ജപിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ്? സാക്ഷാൽ ഭഗവത് സ്വരൂപമായിട്ട് മാറും. അന്ത്യകാലത്ത് ഭഗവാനെ വിചാരിക്കുവാണെങ്കിൽ നമ്മൾ ഭഗവാൻ നമുക്ക് പ്രോമിസ് തരുന്നു, നമ്മൾ ഭഗവാന്റെ സ്വരൂപത്തിലേക്കാകും, ഭഗവാന്റെ ധാമത്തിൽ എത്തുമെന്ന്. ആ ഒരു വാക്ക് മുൻനിർത്തി എല്ലാവരും എന്താണ് പറയുന്നത്? ഭഗവാന്റെ നാമം മുൻനിർത്തി ഇനിയുള്ള ജീവിതം ഏത് സമയത്തും ഭഗവാന്റെ നാമം, രൂപം, ഗുണം, കഥ, സത്സംഗം ഇതിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു അവസ്ഥ ഉണ്ടായി ഭഗവാനായി മാറും. അല്ല, നമ്മൾ ഈ ജ്ഞാനമെല്ലാം ആകുമ്പോഴത്തേക്കും ഭഗവാനായി മാറും. നമുക്ക് ഭഗവാനായി മാറണം എന്ന് നമുക്ക് ആഗ്രഹമില്ല മാതാജി. നമുക്ക് ഭഗവാന്റെ ദാസനായി മാറിയാൽ മതി. ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകണം. ഇനി ഒരു ജന്മം നമുക്ക് വേണ്ട. വൈകുണ്ഠത്തിൽ 4 കൈകളും എല്ലാം ആവുമല്ലോ. വൈകുണ്ഠത്തിലാണ് പോകുന്നതെങ്കിൽ വൈകുണ്ഠത്തിൽ പോകുന്ന ഭാവം പോരാ, നമുക്ക് ഗോലോകത്തിൽ പോകാനായിട്ട് കുറച്ചുകൂടെ വേണം. കുറച്ചുകൂടെ PhD എത്തിയാൽ മാത്രമേ നമുക്ക് ഗോലോകത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരായ ഈ ഒരു ഭഗവാന്റെ രൂപമായിട്ട് വൈകുണ്ഠത്തിൽ പോകാൻ പറ്റും. ചതുർഭുജ നാരായണ രൂപത്തിൽ നമുക്ക് പോകാൻ പറ്റും. സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്കൊക്കെ പോകാൻ പറ്റും. നമ്മള് എന്താണ് ഈ പറയുന്ന ഭഗവാന്റെ നാമം, രൂപം, ഗുണം ഇതൊക്കെ. പക്ഷെ ഗോലോകത്തിൽ പോകാനായിട്ടുള്ള ക്വാളിറ്റി അത്രയൊന്നും പോരാ. ഇതൊന്നും പോരാ. അതൊക്കെ നമ്മൾ ചൈതന്യ ചരിതാമൃതമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മള് എന്താണ് ഗോലോകത്തിൽ പോകാനുള്ള ക്വാളിഫിക്കേഷൻ അതൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഭഗവാന്റെ സ്വരൂപമായി മാറുക. നമുക്ക് ഭഗവാനാകണം എന്ന് ആഗ്രഹമില്ല, ഭഗവാന്റെ സ്വരൂപത്തിൽ എത്തിച്ചേരുക. വീണ്ടും നമുക്കൊരു ജന്മം വേണ്ട, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വീണ്ടും എനിക്കൊരു ജന്മം ഈ ഒരു ഭൗതിക ലോകത്തിൽ വേണ്ട, എനിക്ക് ഈ ദുരിതക്കയത്തിലേക്ക് ജനിക്കാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഭാവം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ച്
അതുപോലെ ഇനി ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം കാത്തിരിക്കുക. സാവിത്രി കേശവിദാസി മാതാജി തന്നെ ആയിരിക്കാം എടുക്കുന്നത്. അപ്പം ഭഗവത്ഗീത 2-ാം അധ്യായമാണ് ഭഗവത്ഗീതയുടെ ആ ഒരു കാതല്. ഭഗവത്ഗീതയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത്, സർവ്വ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 72 ശ്ലോകങ്ങളിലായിട്ട്. ഇത് 1-ാമത്തേതിൽ 46 ശ്ലോകങ്ങളായിരുന്നു, 2-ാമത്തേൽ 72 ശ്ലോകങ്ങളിലായിട്ട് ഈ ഭഗവത്ഗീതയിലെ മൊത്തം തത്വങ്ങളും പ്രതിപാദിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് സാഖ്യയോഗം എന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒന്നല്ല, നമ്മൾ രണ്ടാണ് അല്ലെ, ഭഗവാനും നമ്മൾ രണ്ടാണ്, ജീവാത്മാവും പരമാത്മാവും രണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് അതിനകത്തൂടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭഗവാൻ എന്താണ്, ഭഗവാന്റെ അംശമാണ്, ശാശ്വത അംശമാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവും ശരീരവും രണ്ടാണ്, ഒന്നല്ല എന്നുള്ള ആ ഒരു കാര്യമൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനകത്ത് മെയിനായിട്ട് ഒരു തത്വം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 2-ാം അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ 1-ാം അധ്യായം സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് ആരും വിടരുത്. 1-ാം അധ്യായം എല്ലാവരും വായിച്ച് നന്നായിട്ട് നോക്കി അത് മനനം ചെയ്യുക. നമ്മളിൽ ഉണ്ടാകുന്ന മുറിവൈദ്യം നമ്മൾ ആപത്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആ അർജുനന്റെ അവസ്ഥയിൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മൾ എത്ര കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു, ആരുടെയും പ്രോപ്പറായിട്ടൊരു ഉപദേശം ഇല്ലാതെ നമ്മൾ എത്ര ഡിസിഷൻ നമ്മൾ എടുത്തത് തകരാറിലായി പോയിട്ടുണ്ട്. പിന്നീട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനം വളരെ തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ എടുത്ത തീരുമാനം വളരെ തെറ്റായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് സന്ദർഭങ്ങൾ അല്ലെ, നമ്മൾ തന്നെ വൈദ്യനായി മാറിയ സന്ദർഭങ്ങൾ. അപ്പൊ അതുപോലെ ഉണ്ടാകാതെ നമ്മൾ ഇവിടെ നമ്മൾക്ക് ഭൗതിക ലോകത്ത് നമുക്ക് ഭഗവാനെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ ഒരു ഗുരുവിനെ ആശ്രയിച്ചിട്ട് അദ്ദേഹത്തിൽ ശരണം പ്രാപിക്കുക. അപ്പൊ ഗുരു ആയിരിക്കും നമ്മൾ ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഈ ഭൗതികതയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഗുരുവിനെ ആശ്രയിക്കുക. നമുക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ ഗുരുവിൽ അർപ്പിക്കുക. അപ്പൊ ഗുരു നമ്മളെ ഭഗവാനിലേക്ക് കൈപിടിച്ച് നമ്മളെ കയറ്റും. അപ്പൊ നമ്മൾ അല്ലാത്ത ആൾക്കാര് എന്താണ് ചെയ്യേണ്ടത്? ഗുരുവിനെ സ്വീകരിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുമോ ഇല്ലയോ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഗുരുവിനെ സ്വീകരിക്കുക എന്നുള്ളൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അതുപോലെയുള്ള ആ ഒരു ഗുരുക്കന്മാരെ കണ്ടെത്തണം. എങ്ങനെ ഗുരുക്കന്മാരെ കണ്ടെത്തണം എന്നൊക്കെ നമ്മൾ വഴിയെ 4-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോഴത്തേനും എങ്ങനെയുള്ള ഗുരു ആയിരിക്കണം നമ്മളെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാകും അതീന്ദ്രിയ ജ്ഞാനത്തിന്. അപ്പൊ ഭഗവാൻ തന്നെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് അടുത്തൊരു ക്ലാസ്സിന് പോകണ്ടാണ്. സംശയമൊന്നുമില്ല ആർക്കും? അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് നമ്മൾ ഈ പറഞ്ഞ സമ്മറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്ക് സംശയമൊന്നും കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. ഗീതാ മാതാജി ഏതെങ്കിലും ഒരു പോയിന്റ് എല്ലാവർക്കും കുറെ ഭാഗം കേട്ടില്ല പ്രഭുജി, കുറെ ഭാഗം കേട്ടില്ല. മാതാജി കേൾക്കാൻ മേലായിരുന്നു, കട്ടായി. സാരമില്ല മാതാജി, ഇനി യൂട്യൂബിൽ കേട്ടാൽ മതി. എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരുന്നു മാതാജിക്ക്, അതുകൊണ്ടാണ്. അപ്പൊ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുവാണ്. ഗീതാ മാതാജി ഒരു പോയിന്റ് പറയും. 1-ാം അധ്യായത്തിന്റെ നമ്മള് റിവിഷൻ ക്ലാസ് ആണ് എടുത്തത്. 1-ാം അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങളും നമ്മൾ വായിച്ചു, അതിന്റെ അർത്ഥം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 1-ാം അധ്യായം നമ്മൾ ഏത് രീതിയിൽ നമ്മൾ എടുക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലും മതി. സഞ്ജയന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ആണ് ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതില് അർജുനന്റെ മനസ്സിലുണ്ടാകുന്ന ചഞ്ചലപ്പെട്ട അത് സ്വധർമ്മം നിർവഹിക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ന്യായങ്ങള്, അതിന്റെ മറുപടിയായിട്ടാണ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കുന്നത്. അതെ. ഹരേ കൃഷ്ണ. ഞാൻ അടുത്ത രതി ദേവി മാതാജി.
മാതാജി ഒന്ന് ഓൺ ആക്കൂ മൈക്ക്. ചുമ എല്ലാരും കേൾക്കണ്ടെന്ന് വിചാരിച്ച് ഓഫാക്കിയത്. ആ കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അർജുനൻ കേട്ടിട്ടുണ്ട്. ആ കേൾവി ഇവിടെ ശരിയാകുമെന്ന് ഭയപ്പാടും അതോടൊപ്പം വിഷമവും ഉണ്ട് എന്ന് കൃഷ്ണനോട് പറയുകയാണ്. പറയുന്നുണ്ട്. അപ്പോൾ ക്ഷത്രിയ വംശത്തിൽ ജനിച്ച താൻ അർജുനൻ അത് നോക്കുക പാടില്ലെന്നും യുദ്ധം നമുക്ക് അനിവാര്യമാണെന്നും അതിനെ മുൻനിർത്തി ചെയ്യണമെന്നും ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതെ. ക്ഷത്രിയ ധർമ്മം നിറവേറ്റാൻ അർജുനൻ അവിടെ നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത്. ഉം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അടുത്തത് പിന്നെ മുഴുവനും കേട്ട് ആരുണ്ട്? ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ആ അർജുനൻ ഭഗവാനിൽ നിന്നും ഭഗവത്ഗീത കേട്ട് ബോധം തെളിഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അർജുനനെ പോലെ ആകണം. ധർമ്മത്തിലും കുലധർമ്മത്തിലും മുൻനിർത്തി നമ്മൾ ജീവിക്കണം. നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും നമ്മുടെ കുലങ്ങളും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങനെ ആകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വായിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. വിലാസിനി മാതാജി കാണുന്നില്ല. ഹരേ കൃഷ്ണ. ആ, ഈ ധർമ്മം നിലനിർത്തി വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ മാമക, എന്റെ എന്നുള്ള ചിന്ത ഒഴിവാക്കണം. അത് ധൃതരാഷ്ട്ര ആ ചിന്തയാണ് തന്നെ പിന്നെ യുദ്ധം തന്നെ ഉണ്ടാകേണ്ട കാരണം ഉണ്ടായത്. മാമക, എന്റെ പുത്രന്മാർക്ക് വേണം ഇതെല്ലാം, രാജ്യമെല്ലാം എന്നുള്ള ചിന്തയാണ്. പാണ്ഡവർക്ക് ഒരു സൂചിയും നാം പോലും സ്ഥലം കൊടുക്കില്ല എന്നുള്ള ആ വിചാരം തന്നെയാണ് യുദ്ധത്തിന് സന്ദർഭം ഉണ്ടായത്. അതുകൊണ്ട് മാമക എന്ന എന്റെ പുത്രന്മാർ എന്നുള്ള ചിന്ത ഒഴിവാക്കി ധർമ്മം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കർമ്മങ്ങളെ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇതൊക്കെയാണ് ഈ ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താമസിച്ചു വന്നത് ആരൊക്കെയാണ്? കൃഷ്ണകുമാരി മാതാജി, ഭാരതി മാതാജി, പിന്നെ ജ്ഞാനാംബിക മാതാജി. അപ്പൊ അവരോട് എന്തായാലും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറയാം പ്രഭു, ഞാനൊരു ചെറിയ ഇത് പറയാം. ആ നമ്മള് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പം നമ്മൾ എപ്പോഴും ഭഗവാനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഭഗവാനെ ചിന്തിച്ച് ജീവിക്കുക. എല്ലാം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ട്, പറയുന്നതും ചെയ്യുന്നതും മനസ്സാ വാച കർമ്മ എല്ലാം ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവസാന നിമിഷത്തിൽ ആ ഭഗവാന്റെ ആ ചിന്തയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ലോകത്ത് പറ്റിയില്ലെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതിന് നമ്മുടെ ഈ ഭരതൻ മാനിനെ ചിന്തിച്ചുകൊണ്ട് മരിച്ചത് കൊണ്ട് അദ്ദേഹം മാനായിട്ട് ജനിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ചിന്തിച്ച് ചെയ്യുകയും പറയുകയും ചെയ്യണമെന്ന് കുറച്ചു ഭാഗം ഞാൻ കേട്ടത്. പിന്നെ ഞാൻ കേട്ടോളാം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമ്മള് പിന്നെ വേറെ ഗുണങ്ങളൊക്കെ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞിട്ട് കുറെ ഗുണങ്ങളൊക്കെ നമ്മൾ ആർജിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, ലാസ്റ്റ് പറഞ്ഞതാണ്. നമുക്ക് ലാളിത്യം വേണം, നമുക്ക് ആകാംക്ഷയൊന്നും പാടില്ല, നമ്മൾ വളരെ സംയമനം പാലിക്കണം, നമുക്ക് എന്താണ് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്ന ആ ഒരു ഇത്, നമ്മൾ ഉയർച്ച താഴ്ച കുലം വർണ്ണം അതിലെ നമ്മളൊരു എന്താണ് പണ്ഡിത സമദർശനാണ് പറഞ്ഞത്. ഒരു ചണ്ടാളനെ കണ്ടു കഴിഞ്ഞാൽ കൂടി നമ്മളത് ഭഗവാന്റെ സൃഷ്ടിയല്ലേ, ഭഗവാന്റെ സൃഷ്ടി ഉള്ള എല്ലാ ജീവികളെയും കൃമികീടങ്ങളോ എന്താണെങ്കിലോ അതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണെന്നുള്ള ഭാവനയോടുകൂടി സമഹാത്മാ സുദുർലഭ അങ്ങനെയുള്ളവർ വളരെ കുറവാണെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് അല്ലെ. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം അല്ലെ, എല്ലാവരും ഭാവനകളോടുകൂടി കാണുന്ന ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതെല്ലാം ആർജിക്കാനായിട്ട് പറ്റും. നമ്മൾ ധൃതരാഷ്ട്രയുടെ രീതിയിലായിരിക്കരുത്, നമ്മൾ അർജുനന്റെ
അർജുനൻ മനസ്സിലാക്കിയ പോലെ ഭഗവത്ഗീത മനസ്സിലാക്കണം അല്ലെ. അർജുനൻ ഭഗവാൻ പറയുന്നത് അനുസരിച്ചു അല്ലെ. അങ്ങനെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മളെപ്പോഴും പ്രൊപ്പറേറ്റർ ആകരുത്. നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ വിദ്യാർത്ഥി ആയിരിക്കണം. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഭഗവത്ഗീത പഠിക്കാനായിട്ട്. അല്ല എങ്കിൽ ഭഗവാൻ വെറും ഏതെങ്കിലും ഒരു ദേവനാണ്, അല്ലെങ്കിൽ ഒരു ഗോപാലകനാണ്, ഒരു മനുഷ്യനാണ്, ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മനസ്സിലാകത്തില്ല, ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഭഗവാനെ അല്ലേ. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ സ്റ്റോറി കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, നിരന്തരം പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ആ ഒരു ജീവി നമ്മളെ തെളിയിച്ചു. ആ ജീവി നമ്മുടെ 24 ഗുരുക്കന്മാരിലെ ഒരു ഗുരു തന്നെയാണ് ആ ഒരു ജീവി അല്ലേ. ആ ഒരു വേട്ടാളൻ എന്ന് പറയുന്ന ഒരു ജീവി നമ്മളെ കാണിച്ച് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈവൻ ഭഗവാന് തുല്യനായി ഹരിനാമം, സദാ ഹരിനാമം ജയിച്ചാൽ ഭഗവാനും ഹരിയുടെ നാമവുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ഹരിയുടെ നാമവും തമ്മിൽ. അപ്പൊ ആ ഹരിനാമം രത്നാകരൻ ഒരു ഉദാഹരണമല്ലേ പ്രഭു? രത്നാകരൻ രത്നാകരൻ ഒരു അതെ, ഉദാഹരണമല്ലേ? മരാമരം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളേ. മരാമരത്തീവി ആണല്ലോ പറഞ്ഞത്. ആ മരം ഈ മരം അല്ലെ. അല്ലെ വെറും മരാമരം എന്ന് പറഞ്ഞ ഒരാള് എന്താണ് വാൽമീകിയായി മാറി. രത്നാകരൻ എന്ന് പറഞ്ഞൊരു കാട്ടാളൻ അല്ലെ. അപ്പൊ നിരന്തരം നമ്മൾ ആരെ പറ്റി വിചാരിച്ചിരിക്കുന്നു, നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് എത്തും. നിരന്തരം നമുക്ക് ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, നമ്മൾ ഒരു കുറുക്കനായിട്ട് ജന്മം എടുക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആ കുറുക്കന്റെ ജന്മം വേണോ, നമുക്ക് ഇനി ജന്മമില്ലാത്ത അവസ്ഥ വേണമോ? അതിൽ നിന്ന് ഒരു കാര്യം കൂടെ പഠിക്കാം അല്ലേ പ്രഭു? അതുവരെയും അവർ ചെയ്ത ആ പ്രവൃത്തിയെല്ലാം ദുഷ്കർമ്മമായിരുന്നു, എങ്കിലും ഭഗവൻ നാമം ചൊല്ലി ഭഗവാനിലോട്ടായപ്പം അതെല്ലാം എരിഞ്ഞു പോയി, അതെല്ലാം നള്ളിഫൈ ചെയ്തു പോയി. അതെല്ലാം തന്നെ എന്താണ്, അതെല്ലാം തന്നെ ഭഗവാൻ അത് ഗുണമുണ്ട്. അങ്ങനെയും കൂടെ അതാണ്. ഉണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ മനസ്സാവാച കർമ്മണ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നതിന് ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അതും പോകും അതും പോകും. എന്നുള്ള അപ്പൊ ഒരു പാഠം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഭഗവത്ഗീതയുടെ ഓവർവ്യൂ റിവിഷൻ ക്ലാസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനെ കഴിഞ്ഞു. എന്ന് വെച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഇനി കൊണ്ട് അങ്ങ് മൂടി വെക്കാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ ശ്ലോക റെസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ലീഡ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഫസ്റ്റ് ചാപ്റ്റർ എന്നല്ല, 18 ചാപ്റ്ററും അങ്ങനെ ആ ശ്ലോകമായിട്ടെല്ലാം പരിചയം വരണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് ഇവിടെ നിന്ന് ലീഡ് ചെയ്യുന്ന എനിക്ക് സമയക്കുറവുണ്ട്. നിങ്ങൾ ലീഡ് ചെയ്തിട്ട് ശ്ലോകമൊക്കെ വായിച്ച് എല്ലാവരും മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭേവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंती की जय, आचार्य हरिदास ठाकुर की जय, गौरव प्रमानंदे हरि हरि बोल.